അല്ല, നിങ്ങൾ പതുക്കെ രാഷ്ട്രീയത്തിലോട്ട് വഴുതി വീഴുന്നു. ഞാൻ വീഴുന്നില്ല. നിങ്ങൾ രാഷ്ട്രീയത്തിലോട്ട് വഴുതി വീഴുന്നു. ഐ ആം നോട്ട് റെഡി. താങ്ക് യു. അടിമുടി രാഷ്ട്രീയം പറഞ്ഞും അധിക്ഷേപം ചൊരിഞ്ഞും ഒരു വൈസ് ചാൻസലർക്ക് ചേരാത്ത ശരീരഭാഷയിലായിരുന്നു മോഹനൻ കുന്നുമ്മലിന്റെ 20 ദിവസങ്ങൾക്ക് ശേഷമുള്ള സർവകലാശാലയിലെ വാർത്താ സമ്മേളനം. വസ്തുതാവിരുദ്ധമായി കാര്യങ്ങൾ നിരത്തി ഒടുവിൽ ഉത്തരം മുട്ടുമ്പോൾ കൈകാട്ടി വാക്കൌട്ട് സ്വഭാവത്തിൽ കൊഞ്ഞണം കുത്തൽ. പ്രശ്നം പരിഹരിക്കാൻ സിൻഡിക്കേറ്റ് യോഗം അടിയന്തരമായി വിളിക്കണമെന്ന ജനാധിപത്യപരവും ചട്ടപ്രകാരവുമുള്ള ആവശ്യത്തോട് മുഖം തിരിക്കൽ. പ്രശ്നം പരിഹരിക്കാൻ വിദ്യാർത്ഥികളുടെ ഭാവി തുലാസിൽപ്പെടാതിരിക്കാൻ സർക്കാർ കിണഞ്ഞു പരിശ്രമിക്കുന്നത് മന്ത്രി ആർ ബിന്ദുവിൻ്റെ വാക്കുകളിൽ ഏറ്റവും ഒടുവിൽ നമുക്ക് കാണാനായി. പക്ഷേ VC-ക്ക് നേരത്തെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മറിച്ചായിരുന്നു മനോഭാവം. തിരുത്തിയിട്ടുണ്ടെങ്കിൽ നല്ലത് തന്നെ. പ്രശ്നം പരിഹരിക്കലോ പ്രതിസന്ധി ഒഴിവാക്കലോ അതോ കുളം കലക്കി താമര വളർത്തലോ കുന്നുമ്മലിൻ്റെ താല്പര്യം? ചർച്ച ചെയ്യാം. ഇന്ന് നമ്മുടെ ചർച്ചയെ സമ്പന്നമാക്കുന്ന അതിഥികൾ: ഡോക്ടർ എ സമ്പത്ത്, CPIM പ്രതിനിധി; വിനീത ഹരിഹരൻ, BJP വക്താവ്; M ജയചന്ദ്രൻ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ; ഒപ്പം SFI നേതാവ് M ശിവപ്രസാദ് അല്പനേരം നമ്മോടൊപ്പം ചേരുകയും ചെയ്യും. ആദ്യം ശ്രീ വിനീത ഹരിഹരനോട്. ശ്രീ വിനീത ഹരിഹരൻ, ഒരു സർവകലാശാലയിലെ പ്രശ്നങ്ങളിൽ ഏതൊക്കെ തരത്തിൽ പ്രതിസന്ധി സൃഷ്ടിക്കാം എന്നതായിരുന്നു ഏറ്റവും ഒടുവിലത്തെ അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനങ്ങളിലും കണ്ടത്. നമുക്ക് അതിലെ ഇഴകീറി പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്ന നിരവധി കാര്യങ്ങളുണ്ട്. വസ്തുതാവിരുദ്ധമായിരുന്നു അദ്ദേഹം പറഞ്ഞ ഓരോ കാര്യങ്ങളും. അതിലേക്ക് നമുക്ക് പോകാം. പക്ഷേ ഏറ്റവും ഒടുവിൽ മന്ത്രി ആർ ബിന്ദു സൂചിപ്പിച്ചത് പ്രശ്നപരിഹാരത്തിലേക്കും സിൻഡിക്കേറ്റ് വിളിക്കുന്നതിലേക്കും ഉടൻ പ്രതിസന്ധി പരിഹരിക്കുന്നതിലേക്കും നീങ്ങുന്ന ശുഭകരമായ കാര്യങ്ങളുണ്ട് സർവകലാശാലയെ സംബന്ധിച്ചെന്നതാണ്. അത് നല്ലത് തന്നെ. പക്ഷേ ഇത്തരം സമീപനങ്ങൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പ്രതിസന്ധിയിലാക്കില്ലേ? ശ്രീ വിനീത ഹരിഹരൻ. തീർച്ചയായിട്ടും ഇത് ഒരു വിഷയം തന്നെ. ഒരു ഭാരതാംബയുടെ പിക്ചർ ഒരു പ്രൈവറ്റ് ഒരു സെറമണിയിൽ, പ്രൈവറ്റ് ബുക്ക് റിലീസ് ഫംഗ്ഷനിൽ ഭാരതാംബയുടെ പിക്ചർ വെച്ചു എന്ന് വിചാരിച്ചിട്ട് ആ ഒരു ചെറിയൊരു ഇൻസിഡൻറ്റിലാണ് ഇത്രയും വലിയൊരു വിഷയമാക്കിയിട്ട് അത് ബ്ലോൺ ഔട്ട് ഓഫ് പ്രൊപ്പോർഷൻ എന്ന് പറയാം. നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് യൂണിവേഴ്സിറ്റീസിന് ഫോക്കസ് ചെയ്യാനായിട്ട്, ഒരുപാട് മേഖലകളുണ്ട്. ഇപ്പോൾ തന്നെ നമ്മുടെ കുറേ ഇൻഫ്രാസ്ട്രക്ചർ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. മെഡിക്കൽ കോളേജിൽ മതിലുകൾ വീഴുന്നു. 134 ഹോസ്പിറ്റൽ ബിൽഡിങ്സ് ക്രൈസിസിലാണ് കേരളത്തിൽ. അങ്ങനത്തെ ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇപ്പോൾ നടന്ന വിഷയം, തേവല സ്കൂളിൽ ഇരുന്ന വിഷയം, ഇലക്ട്രിക് ലൈൻ ഇല്ലീഗലായിട്ട് കൺസ്ട്രക്ട് ചെയ്ത വിഷയം, അങ്ങനെ ഒരുപാട് നിരവധി ഇഷ്യൂസ് ഇപ്പോൾ സർക്കാർ ഫേസ് ചെയ്യുന്നുണ്ട്. അതിൽ നിന്നൊക്കെ നമ്മൾ ഫോക്കസ് ഷിഫ്റ്റ് ചെയ്തിട്ട് ഒരു ഭാരതാംബയുടെ പിക്ചർ വെച്ചിട്ട് ഒരു ഫംഗ്ഷൻ നടത്തി എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ മേലിൽ പ്രൊട്ടസ്റ്റും ക്ലാസ്സുകൾ മുടക്കലും ഇതൊക്കെ നടക്കുന്നത് ടോട്ടലി അൺപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ ഒരുപാട് വിഷയങ്ങൾ നമുക്ക് ഫോക്കസ് ചെയ്യാനുണ്ട്. കേരളത്തിൽ എത്രത്തോളം പൊട്ടൻഷ്യൽ ഉള്ള ഒരു സ്റ്റേറ്റിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ഇഷ്യൂസ് വെച്ചിട്ട് ബ്ലോ ഔട്ട് പ്രൊപ്പോർഷൻ ചെയ്തിട്ട് നമുക്ക് സ്ട്രൈക്സും ഒക്കെ യൂണിവേഴ്സിറ്റീസിൽ അത് ഹാർബർ ചെയ്യുന്നത് ഒട്ടും പ്രൊഡക്റ്റീവായിട്ട് ഉള്ള ഒരു കാര്യമല്ല. വികസിത കേരളത്തിന് നമ്മുടെ ലക്ഷ്യമാണെങ്കിൽ, വികസിത ഭാരതത്തിൻ്റെ ലക്ഷ്യം ആണെങ്കിൽ ഇങ്ങനത്തെ ഒരു അൺപ്രൊഡക്റ്റീവായിട്ട് സ്ട്രൈക്സും കാര്യങ്ങളും അത് ഡെഫിനറ്റ്ലി അത് നമുക്ക് ഡിസ്കറേജ് ചെയ്യണം എന്നാണ്. ആ ഒരു വിഷന് കൂടിയിട്ടാണ് വൈസ് ചാൻസലർ അങ്ങനെ പ്രതികരണം ഉണ്ടായത്. ശ്രീ വിനീത ഹരിഹരൻ, എവിടെ നിന്നാണ് അതിൻ്റെ ഡാറ്റ വന്നതെന്ന് എനിക്കറിയില്ല. കാരണം നീതി ആയോഗിൻ്റെ തന്നെ, അതായത് കേന്ദ്ര സർക്കാരിൻ്റെ തന്നെ വിവിധ ഏജൻസികളുടെ നിരവധി ഡേറ്റകൾ പ്രകാരം, തെളിവുകൾ പ്രകാരം, രേഖകൾ പ്രകാരം കേരളം ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഒക്കെ ഉന്നതിയിൽ തന്നെയാണ്. അത് നമുക്ക് പരിശോധിക്കാം. പിന്നെ ആരോഗ്യരംഗത്തെ പ്രശ്നം കേരളത്തെക്കാൾ കൂടുതലുള്ള സംസ്ഥാനങ്ങൾ വേറെയുണ്ട്. BJP ഭരിക്കുന്ന UP-യും ഗുജറാത്തും അടക്കം ഓക്സിജൻ കിട്ടാതെ മരിച്ചതടക്കം നിരവധി കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് താങ്കൾ ഈ വിഷയത്തെ ഷിഫ്റ്റ് ചെയ്യാതെ നമുക്ക് ഈ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ, കേരള സർവകലാശാലയെ പ്രതിസന്ധിയിലാക്കുന്ന കാര്യങ്ങളിലേക്ക് നീങ്ങാം. താങ്കൾ നേരത്തെ സൂചിപ്പിച്ചു ഭാരതാംബയുടെ ചിത്രമാണോ അത്? RSS ബിംബമല്ലേ?
കാവിക്കൊടിയേന്തിയ RSSൻ്റെ വേദികളിൽ മാത്രം വെക്കുന്ന ചിത്രമല്ലേ? ഭാരതത്തെ മാതാവായും ഭാരതം എന്ന വികാരവും ഇവിടെ എല്ലാവർക്കും ഉണ്ട്, അതെടുത്തു പറയേണ്ടതില്ല. പക്ഷേ RSSൻ്റെ കാവിക്കൊടിയേന്തിയ വനിതയെ ഒരു ബിംബമായി പ്രതീകവൽക്കരിച്ച് അതിനെ ചുരുക്കി ഒരു പാർട്ടി പരിപാടിയാക്കുന്ന കേരള യൂണിവേഴ്സിറ്റി സംബന്ധിച്ച് ചട്ടവിരുദ്ധമായ നീക്കങ്ങളിലാണ് പ്രശ്നങ്ങളുണ്ടായത്. അതിനെ താങ്കൾ ലളിതവൽക്കരിച്ചാണ് പറഞ്ഞത്. അതിൽ ഫാക്ച്വൽ എററുണ്ട്. വിനിത വിജയൻ. ഇല്ല, അതൊരു പ്രൈവറ്റ് ഫംഗ്ഷൻ ആയിരുന്നു, അതൊരു ബുക്ക് റിലീസ് ഫംഗ്ഷൻ ആയിരുന്നു. അപ്പോൾ അതിൽ ആ ഒരു പിക്ചർ വെച്ചു. ഭാരതാംബയുടെ പിക്ചർ ഒരിക്കലും നമ്മുടെ ഒരു റൂൾസ് പറയുന്നത്, ആ സെനറ്റ് ഹാളിലെ റൂൾസ് പറയുന്നത് റിലീജിയസ് ആയിട്ട് ഒരു പിക്ചറും അവിടെ വെക്കാൻ പാടില്ല, റിലീജിയസ് ആയിട്ട് ഒരു ഇൻഡിക്കേഷനും പാടില്ല എന്നാണ്. ഇത് റിലീജിയസ് ഇൻഡിക്കേഷൻ ആയിരുന്നില്ല, ഭാരതാംബയുടെ പിക്ചർ ആയിരുന്നു. അത് ഭാരതത്തിനെ പൊർട്രേ ചെയ്യുന്ന ഒരു ഇമേജ് ആയിരുന്നു. സ്ത്രീ ശക്തീകരണം, സ്ത്രീകളുടെ ഒരു എംപോവർമെന്റ് ഓഫ് വിമൻ പവർ ആണോ ഭാരതം എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻഡിക്കേഷൻ ആണ് ആ ഒരു പിക്ചർ. അതിൽ ഒരു തെറ്റും കാണുന്നില്ല നമ്മൾ. പിന്നെ സാഫ്രൻ കൊടി വെച്ചു, അതിലാണ് പ്രശ്നം, അതോ ഭാരതമ്മയുടെ പിക്ചർ വെച്ചിട്ടാണോ അതാണോ പ്രശ്നം നിങ്ങളുടെ എന്ന് അതറിയാൻ പാടില്ല. പക്ഷെ എന്ത് പറഞ്ഞാലും ഇതൊരു ഇത്രയും വലിയൊരു ഇഷ്യൂ ആക്കിയിട്ട് യൂണിവേഴ്സിറ്റീസിലെ ക്ലാസ്സസ് മുടക്കുന്നത്, അത് നിങ്ങൾ പറയുന്നത് ന്യായകരമാണ്. ഇസ് ഇറ്റ് ജസ്റ്റിഫൈഡ് ദാറ്റ് ഈ ഒരു വിഷയത്തിനെ കുറിച്ച് നമ്മൾ ഈ ഒരു അടിസ്ഥാനത്തിൽ നമ്മൾ ക്ലാസ്സസ് മുടക്കുക, കുട്ടികളുടെ ക്ലാസ്സസ് മുടക്കുക, കുട്ടികളുടെ ഭാവി ഹാമ്പർ ചെയ്യണത്, അത് ഇസ് ഇറ്റ് ജസ്റ്റിഫൈഡ് എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. നമ്മൾ വിഷയം മാറ്റുകയല്ല, നിങ്ങളാണ് വിഷയം മാറ്റുന്നത്, സർക്കാരാണ് വിഷയം മാറ്റുന്നത്. RSS ബിംബം അവിടെ വെക്കേണ്ടതില്ലായിരുന്നല്ലോ. ചട്ടപ്രകാരം അത് വിരുദ്ധമാണെന്ന് രജിസ്ട്രാറും മറ്റുള്ളവരും പറയുന്ന സ്ഥിതിക്ക് താങ്കൾ പറഞ്ഞു ഇത്ര വലിയ കുട്ടികളുടെ ഭാവിയാണ് വലുതെങ്കിൽ ഈ കാവിക്കൊടിയേന്തിയ RSS ബിംബം അവിടെ വെക്കണം, അവിടെ ഭരണഘടനാ സ്ഥാപനമായ ഗവർണർ വരണമെന്ന് എന്തിനായിരുന്നു വാശി? അല്ല, റൂൾസ് പ്രകാരം അത് വിരുദ്ധമല്ല, അതാണ് ഞാൻ പറയുന്നത്. അവിടെ വിരുദ്ധമാണെന്നാണല്ലോ രജിസ്ട്രാർ കണ്ടെത്തിയതും പറഞ്ഞത്. മാത്രമാണ് റൂള്. അപ്പൊ ഇത് RSSന്റെ മാത്രം സിമ്പിൾ അല്ല, ഭാരതത്തിന്റെ ഒരു എവിടെ ഭാരതത്തിന്റെ സിമ്പിൾ ആണെന്ന് എങ്ങനെ പറയാനാകും? ഭാരതത്തിന്റെ ഒരു സിമ്പിൾ ആണ് അത്, റിലീജിയസ് സിമ്പിൾ അല്ല. എവിടെയാണ് RSSും BJPയും അധികാരത്തിലെത്തി അവരുടെ പാർട്ടി പരിപാടികളിൽ മാത്രം കണ്ടിരുന്ന കാവിക്കൊടിയേന്തിയ വനിതയെ ഭാരതാംബയായി RSS കാണുന്നതാണ്. അതിനെ എങ്ങനെയാണ് ഒരു പൊതുചിത്രത്തിൽ സമർപ്പിക്കാൻ ശ്രമിക്കുന്നത്? ഇപ്പോൾ ചെഗുവേരയുടെയോ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും കോൺഗ്രസ് ബിംബത്തെയോ ഇത്തരത്തിൽ ഒരു പൊതു ഇടത്ത് ഭാരതാംബയാണ് അല്ലെങ്കിൽ ഭാരത പിതാവാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവതരിപ്പിക്കുന്നതിനോട് യോജിക്കാനാകുമോ? ഭരണഘടന അംഗീകരിച്ചതല്ലല്ലോ ഈ ചിത്രം. അപ്പോൾ അങ്ങനെയുള്ള ഒരിടത്ത് RSSൻ്റെ ചിത്രം കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചിട്ട് അത് എല്ലാവരും ഭാരതാംബയായി കാണണം, ഭാരതത്തെ മാതാവായി എല്ലാവരും കാണുന്നുണ്ട്, അതിനകത്ത് പ്രശ്നമില്ല. ഭരണഘടനയെയാണ് ഏറ്റവും സുപ്പീരിയറായി കാണുന്നത്. അങ്ങനെ ഒരു നാട്ടിൽ എങ്ങനെയാണ് ഭരണഘടന അംഗീകരിക്കാത്ത RSS ബിംബത്തെ പ്രതിഷ്ഠിച്ചിട്ട് അത് ഭാരതമാതാവായ RSSകാർ കാണുന്നു, ബാക്കിയുള്ളവരും കാണണമെന്ന് വാശി പിടിക്കുന്നത്? അവിടെയല്ലേ പ്രശ്നം ശ്രീമതി വിനിത? അത് ഒരു പ്രൈവറ്റ് ബുക്ക് റിലീസ് ഫംഗ്ഷൻ ആയിരുന്നു. ആ ബുക്ക് അത് പക്ഷെ നടന്നത് പ്രൈവറ്റായ സ്ഥലത്തല്ലായിരുന്നു. അവർ എന്തുകൊണ്ടാണ് അനുവദിച്ചതെന്ന് ആ ഒരു പിക്ചർ അത് സെനറ്റ് ഹാളിന്റെ റൂൾസ് പ്രകാരം അവർ അലൗ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് റൂൾസ് പ്രകാരം തെറ്റാണത്. റൂൾസ് പ്രകാരം അവരെഴുതി ഒപ്പിട്ട കാര്യങ്ങളിൽ അവരെഴുതി ഒപ്പിട്ട ശ്രീമതി വിനിത, അതായത് അവരെഴുതി ഒപ്പിട്ട് സമ്മതിച്ച കാര്യങ്ങളിൽ നിന്ന് വിരുദ്ധമാണത്. അതാണ് രജിസ്ട്രാർ ചൂണ്ടിക്കാണിച്ചത്, ചട്ടവിരുദ്ധമാണ്. അങ്ങനെ ഇരിക്കെ അല്ല, ചട്ടവിരുദ്ധമാണെന്ന് അവർ മുൻകൂടി അവർക്ക് പെർമിഷൻ കൊടുക്കുമ്പോൾ അവർ പറയേണ്ടതല്ലേ, ഇതാണ് വെക്കേണ്ടത്, ഇതാണ് വെക്കാത്തുള്ളത്. നമ്മൾ ഇത്രയും ഫംഗ്ഷൻസ് ഓർഗനൈസ് ചെയ്യുന്നു, ഇത്രയും പാർട്ടി പരിപാടികൾ നമ്മൾ ഓർഗനൈസ് ചെയ്യുന്നു, നമുക്കറിയാം ഒരു ഫംഗ്ഷൻ ഓർഗനൈസ് ചെയ്യുമ്പോൾ എന്തൊക്കെ അപ്രൂവൽസ് വേണ്ടതെന്ന് വെച്ചാൽ അത് മുൻകൂട്ടി എടുത്തിട്ടാണ് ചെയ്തത്. അതും ഒരു ഗവർണർ പങ്കെടുക്കുന്ന ഒരു പരിപാടിയിലോ ഡെഫിനറ്റ്ലി എല്ലാ അപ്രൂവൽസ് എടുത്തിട്ടാണ് അവർ ആ ഒരു ഫംഗ്ഷൻ നടത്തുക. അല്ല, ചട്ടവിരുദ്ധമാണ്. ഞാൻ ഡോക്ടർ എ സമ്പത്തിലേക്കും ജയചന്ദ്രനിലേക്കും വരുന്നതിന് മുമ്പ് M ശിവപ്രസാദ് SFI നേതാവ് കൂടി നമ്മോടൊപ്പമുണ്ട്. ശ്രീ M ശിവപ്രസാദ്, ഇന്ന് 20 ദിവസങ്ങൾക്ക് ശേഷം വാർത്താ സമ്മേളനം കേരള യൂണിവേഴ്സിറ്റിയിലെത്തി നടത്തിയ VC പറഞ്ഞ പല കാര്യങ്ങളുമുണ്ട്. അതിലൊന്ന് പ്രധാനപ്പെട്ടത്, താങ്കളുടെ പ്രതികരണം അറിയേണ്ടത്, ഈ ഗുണ്ടകൾക്ക് നിയമം ബാധകമല്ല. ഒന്ന്, അദ്ദേഹം SFI അടക്കമുള്ള പ്രതിഷേധിച്ച വിദ്യാർത്ഥികളെയും സമൂഹത്തെയും അപമാനിച്ചതാണ്. ഒന്ന്. രണ്ട്,
ഈ ഒരു ഡിഗ്രി കഴിയുമ്പോൾ ആ ഡിഗ്രി പരീക്ഷ പോലും എഴുതാതെ അടുത്ത ഡിഗ്രിയിലേക്ക് പോയി അങ്ങനെ വിദ്യാഭ്യാസം ചെയ്യുന്നതൊരു പ്രൊഫഷണലായി മാറ്റുന്നവരാണ് ഈ സമരക്കാരന് പിന്നിൽ. ഇവർ പഠിക്കുന്ന വിദ്യാർത്ഥികളൊന്നുമല്ല, ഇവർ പുറത്തു നിന്ന് വന്നവരാണ് എന്നതടക്കം പ്രതിഷേധക്കാരെ ആക്ഷേപിച്ചു. അതിലൊരു SFIയുടെ മറുപടി എം ശിവപ്രസാദ്. SFI കേരള സർവകലാശാലയുടെ ഇപ്പോഴത്തെ താൽക്കാലിക VC ആയിരിക്കുന്ന ശ്രീ മോഹനൻ കുന്നുമ്മലിനെ സംബന്ധിച്ച് ഉന്നയിച്ച എല്ലാ ആരോപണങ്ങളും ശരിയായിരുന്നു എന്ന് അക്ഷരാർത്ഥത്തിൽ തെളിയിക്കുന്ന ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം എന്ന് കേരളത്തിലെ ജനങ്ങൾ അടയാളപ്പെടുത്തുകയാണ്. ഞങ്ങൾ ഈ VCയോട് 2 ദിവസം മുമ്പാണ് ഇന്ന് VC നടന്നു കയറിപ്പോയ അതേ പടിക്കെട്ടിൽ നിന്ന് 15 ചോദ്യങ്ങൾ ചോദിച്ചത്. ആ ചോദ്യത്തിലെ ഒന്നാമത്തെ ചോദ്യം കേരള സർവകലാശാലയിൽ അദ്ദേഹത്തിന്റെ മേശപ്പുറത്തിരിക്കുന്ന ഏതാണ്ട് 2000-ഓളം വരുന്ന ഒപ്പിടാത്ത ഡിഗ്രി സർട്ടിഫിക്കറ്റുകളെ സംബന്ധിച്ചായിരുന്നു. നോക്കൂ പ്രിയപ്പെട്ട കേരളത്തിലെ ജനങ്ങൾ നോക്കേണ്ടത്, ഈ കേരളത്തിനകത്തെ കേരള സർവകലാശാലയിലെ വിവിധ കോളേജുകളിൽ പഠിക്കുന്ന 1860-ഓളം വരുന്ന വിദ്യാർത്ഥികളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഇന്ന് ഒപ്പിട്ടു എന്ന് പറഞ്ഞ VC ഇത്രയും ദിവസം അവിടെ കെട്ടിവെച്ചിരിക്കുകയായിരുന്നു. യഥാർത്ഥത്തിൽ അദ്ദേഹം ഗുണ്ടകളെന്ന് വിളിച്ചത്, യഥാർത്ഥത്തിൽ അദ്ദേഹം അക്രമകാരികളെന്ന് വിളിച്ചത്, യഥാർത്ഥത്തിൽ അദ്ദേഹം ഡിഗ്രി പ്രൊഫഷനാക്കിയവരെന്ന് വിളിച്ചത് ഈ 1860 പേരെയാണ്. കാരണം ഈ 1860 പേരിൽ വലിയൊരു ശതമാനം SFI നടത്തിയ സമരത്തിനൊപ്പം ഉണ്ടായിരുന്നു. എന്തിനാണെന്നറിയോ? അവരുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ. അങ്ങനെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ വിദ്യാർത്ഥികളുടെ വിവിധങ്ങളായ വിഷയങ്ങൾക്ക് മുകളിൽ അടയിരുന്ന വൈസ് ചാൻസലറോടാണ് കേരളത്തിലെ SFI വിദ്യാർത്ഥികളും ചോദ്യം ചോദിച്ചത്. നിങ്ങൾ നോക്കൂ, ഇന്ന് നിങ്ങൾ കണ്ടില്ലേ നിങ്ങളുടെ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ എത്ര ഭയപ്പെട്ടിട്ടാണ് VC ഇറങ്ങിപ്പോയതെന്ന്. യഥാർത്ഥത്തിൽ എല്ലാ വർഗീയവാദികളുടെയും പരിച്ഛേദമാണ് കേരള സർവകലാശാലയിലെ VC ആയ മോഹനൻ കുന്നുമ്മൽ. കാരണം വർഗീയവാദികൾക്ക് സത്യത്തെ ഭയമാണ്, വർഗീയവാദികൾക്ക് ചോദ്യത്തെ ഭയമാണ്, വർഗീയവാദികൾക്ക് യഥാർത്ഥ വസ്തുതകളോട് പുച്ഛമാണ്. ചോദ്യങ്ങളെ ഭയപ്പെട്ട് ഒരു വൈസ് ചാൻസലർ ഇറങ്ങി പോവുകയാണ്. അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻ ഒക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അത്രയും ക്വാളിഫിക്കേഷൻ ഉള്ള ഒരാൾ ചോദ്യങ്ങളെ ഭയപ്പെട്ട് ഇറങ്ങി പോവുകയാണ്. നിങ്ങൾ നോക്കൂ, ഞങ്ങൾ ശരിയുടെ പക്ഷത്ത് നിൽക്കുന്നതുകൊണ്ടാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ഉയർത്തുന്ന മുഴുവൻ ചോദ്യങ്ങളും ഈ സമരവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ അഭിമുഖീകരിച്ചിട്ടുണ്ട്. ആ ചോദ്യങ്ങളെ പോലും ഭയപ്പെട്ട് അദ്ദേഹം ഓടിയാണ്. അദ്ദേഹം എന്തൊക്കെയാണ് കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകരെ വിളിച്ച് പറഞ്ഞത്? അദ്ദേഹം കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകർ പറഞ്ഞത് എന്റെ മേശപ്പുറത്ത് സർട്ടിഫിക്കറ്റ് ഒന്നും കെട്ടിക്കിടപ്പില്ല, ഒന്നാമത്തെ കടം. ഇന്ന് അദ്ദേഹം വന്നപ്പോൾ പറയുന്നത് 1860 സർട്ടിഫിക്കറ്റ് ഒപ്പിട്ടു. എന്നെ സർവകലാശാലയിൽ കയറ്റുന്നതേ ഇല്ല, എന്റെ കാല് വെട്ടാൻ SFIക്കാർ അവിടെ ആയുധങ്ങളുമായി നിൽക്കുന്നതാണ്. നിങ്ങൾ കണ്ടല്ലോ സർവകലാശാല വൈസ് ചാൻസലർ അകത്തേക്ക് കയറിപ്പോയത്. ഞങ്ങൾ മനഃപൂർവ്വമാണ് അദ്ദേഹത്തിനെതിരെ ഇന്ന് പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. കാര്യം എന്താണെന്നറിയോ? അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നത് SFIക്കാർ അവിടെ ഇന്ന് വന്ന് അദ്ദേഹത്തെ തടയും, അവിടെ സമരം നടത്തിയാൽ, അവിടെ ഏതെങ്കിലും ഒരു SFIക്കാരനെ കണ്ടാൽ അപ്പൊ തന്നെ വന്ന വണ്ടിയിൽ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടി തയ്യാറായി വീട്ടുകാരോട് ഞാൻ ഇപ്പൊ ഇങ്ങെത്താം എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഞങ്ങൾ ബോധപൂർവമാണ് അദ്ദേഹത്തെ അറിയുന്നത്. കാരണം നീറുന്ന വിദ്യാർത്ഥി വിഷയങ്ങൾ അവിടെ അദ്ദേഹത്തിന്റെ മേശപ്പുറത്തിരിക്കുകയാണ്. അദ്ദേഹം ഇപ്പോൾ ഇന്ന് ഒപ്പിട്ടല്ലോ, ഇന്ന് ഒപ്പിട്ടതുപോലെ അദ്ദേഹത്തിന് സർവകലാശാലയിലേക്ക് വരാൻ എന്തായാലും താമസം ഉണ്ടായിരുന്നത്. അപ്പൊ RSS നിർദ്ദേശം അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. RSS നിർദ്ദേശം കിട്ടാത്തതിന് തുടർന്ന് അദ്ദേഹം ഇന്നും ചെയ്യാത്തത്. അപ്പൊ RSS ഓപ്പറേറ്റ് ചെയ്യുന്ന, RSS നിയന്ത്രിക്കുന്ന കേവലം ഒരു റോബോട്ടായി കേരള സർവകലാശാലയിലെ താൽക്കാലിക വൈസ് ചാൻസലറായി VC മാറുമ്പോൾ വിദ്യാർത്ഥികളെ അദ്ദേഹം ഗുണ്ടെന്നൊക്കെ വിളിക്കുക. ഏത് കസേരന്നിട്ടാണ് വിളിക്കുന്നത്? അദ്ദേഹം ഒരു RSSകാരൻ എന്ന നേതാവാകാനുള്ള കളിയാണ്, വിദ്യാർത്ഥികളെ വ്യാജേന നടത്തുന്ന തട്ടിപ്പാണ്, ഇങ്ങനെയൊക്കെയാണ് വിദ്യാർത്ഥി സമരത്തെ അദ്ദേഹം ആക്ഷേപിച്ചത്. രജിസ്ട്രാർക്ക് ഡിഗ്രിയെ സംബന്ധിച്ച് സംശയമുണ്ട് എന്ന് പരാതി കിട്ടിയെന്ന് മുൾമുനയും അദ്ദേഹം വെച്ചു. അതിന് രണ്ടിനും ഒരു ഷാർപ്പായ മറുപടി. അദ്ദേഹത്തിന് പരാതി കിട്ടും, അദ്ദേഹത്തിന് RSSകാരുടെ നിരവധിയായ പരാതി കിട്ടും. കാരണം രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ചോദിക്കുമ്പോൾ ഉത്തരത്തിലേക്ക് നോക്കിയിരിക്കുന്ന RSSകാർക്ക് കേരളത്തിൽ പഠിച്ച പ്രഗത്ഭരായ എല്ലാ മഹത് വ്യക്തികളെയും കാണുമ്പോൾ അവർക്ക് ചില സംശയം തോന്നും. കാരണം തങ്ങളുടെ കയ്യിലില്ലാത്തൊരു സാധനം മറ്റൊരാളുടെ കയ്യിൽ ഇരിക്കുമ്പോൾ സ്വാഭാവികമായി അസൂയ തോന്നുന്നത് സ്വാഭാവികമാണ്. ആ ചോദ്യമാണ് RSSകാർ ചോദിക്കുന്നത്. RSSകാരുടെ പരാതിയാണ് അദ്ദേഹത്തിന് മേശപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ശ്രീ മോഹനൻ കുന്നുമ്മൽ കേരള സർവകലാശാലയിലെ VC ആണല്ലോ. VC ആയിരിക്കുന്ന മോഹനൻ കുന്നുമ്മൽ പ്രയോഗിക്കാൻ കഴിയുന്നൊരു ഭാഷയാണോ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ഉപയോഗിച്ചത്? അദ്ദേഹം വിദ്യാർത്ഥികളെയാണ് ഗുണ്ടകളെന്ന് വിളിച്ചത്. അതിലും വേറെ ഗൗരവമുള്ള ഒരു കാര്യം, കേരള സർവകലാശാലയിൽ താൽക്കാലിക വൈസ് ചാൻസലർക്ക് അദ്ദേഹം പറഞ്ഞെന്താ, കേരള സർവകലാശാലയിൽ ഇങ്ങനെ സമരങ്ങൾ നടക്കുന്നു, ഈ സമരങ്ങൾ നടത്തുന്ന വിദ്യാർത്ഥികളല്ല, ഗുണ്ടകളാണ്. അപ്പൊ അദ്ദേഹം ആരെ അപമാനിക്കുന്നത്? അദ്ദേഹം SFI രാഷ്ട്രീയമായി വിമർശിച്ചോട്ടെ. ഞങ്ങളെ ഗുണ്ടകളെന്ന് വിളിച്ചു, ഞങ്ങളെ പ്രതിപക്ഷ നേതാവ് ഗുണ്ടയെന്ന് വിളിച്ചിട്ടുണ്ട്, ഞങ്ങളെ ആരിഫ് മുഹമ്മദ് ഗുണ്ടയെന്ന് വിളിച്ചിട്ടുണ്ട്. വർഗീയവാദത്തിനെതിരായി ശബ്ദമുയർത്തുന്ന, പ്രതിഷേധിക്കുന്ന കേരളത്തിൽ SFI അവർ ഗുണ്ടയെന്നോ മറ്റേതെങ്കിലും ഒക്കെ പദങ്ങൾ ഉപയോഗിച്ചോ ഇനി ഏതെങ്കിലും പുതിയ പദങ്ങൾ കണ്ടുപിടിച്ചോ അവർ പ്രയോഗിച്ചോട്ടെ. ഞങ്ങൾക്ക് അതിനകത്തൊന്നും ഒരു വിഷയമുള്ള സംഘടനയല്ല. കാരണം ഞങ്ങൾ ഉയർത്തുന്ന മുദ്രാവാക്യം ശരിയാണെന്നല്ല പൂജ്യം. പക്ഷെ അദ്ദേഹം ആരെ അപമാനിച്ചു? അദ്ദേഹം അപമാനിച്ച SFI അല്ല, അദ്ദേഹം അപമാനിച്ചത് വിദ്യാർത്ഥികളുടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് അവിടെ സമരത്തിനെത്തിയ
ഈ കേരള സർവകലാശാലയിലെ വിവിധ ക്യാമ്പസുകളിൽ പഠിക്കുന്ന സാധാരണപ്പെട്ട വിദ്യാർത്ഥികളാണ് അദ്ദേഹം അപമാനിച്ചിരിക്കുന്നത് ഈ കേരള സർവകലാശാലയിലെ മുഴുവൻ വിദ്യാർത്ഥികളുമാണ്. കേരള സർവകലാശാലയിലെ മുഴുവൻ വിദ്യാർത്ഥികളും ഗുണ്ടകളാണ് എന്ന ധ്വനി തോന്നിക്കുന്ന നിലയിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടായത്. പിന്നെ അദ്ദേഹം വ്യക്തമാക്കേണ്ട കാര്യം അദ്ദേഹത്തിന് എന്ത് വാഗ്ദാനമാണ് RSS കൊടുത്തിരിക്കുന്നതെന്നാണ്. ഇത്രയൊക്കെ വിടുപണി, ഇത്ര പ്രയാസപ്പെട്ട് സ്വന്തം മാനുഷിക മൂല്യങ്ങളെ, സ്വന്തം പ്രൊഫഷനെ, സ്വന്തം ഡിഗ്നിറ്റിയെ, സ്വന്തം ജീവിതത്തെ തന്നെയും RSSന് ഇങ്ങനെ പണയം വെച്ചിട്ട് അദ്ദേഹത്തിന് എന്താണ് രാഷ്ട്രീയ നേട്ടം ഉണ്ടാവാൻ പോകുന്നതാണ് അദ്ദേഹം വിശദീകരിക്കേണ്ടത്. അല്ലെങ്കിൽ കാരണം ബോധവും വിവേകമുള്ള ഒരു മനുഷ്യൻ ചെയ്യുന്നതല്ലല്ലോ BC-യുടെ കസേരയിൽ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്രയും വലിയ പ്രയാസകരമായ ശ്രമകരമായ വിടുപണി RSSന് വേണ്ടി ചെയ്യുന്നത് കൊണ്ട് എന്ത് പ്രയോജനമാണ് ശ്രീ മോഹനൻ കുന്നുമലിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്, ഇനി ലഭിക്കാൻ പോകുന്നത് എന്ന് അദ്ദേഹമാണ് പറയേണ്ടത്. അദ്ദേഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അദ്ദേഹം മനസ്സിലാക്കേണ്ടത് അദ്ദേഹം കയറിയിരിക്കുന്ന കസേര വൈസ് ചാൻസലർ കസേരയാണ്. ആ കസേരയിൽ അദ്ദേഹം ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് പ്രതിബദ്ധത ഉണ്ടാവേണ്ടത് കേരളത്തിലെ വിദ്യാർത്ഥികളോടാണ്. ഒരു പ്രതിബദ്ധതയുമില്ലാതെ ആ കയറിയിരിക്കുന്ന കസേരയിൽ ഇരുന്ന് വിദ്യാർത്ഥികളെ ഗുണ്ടകളെന്നും അവർ നടത്തുന്ന സമരങ്ങൾ അധിക്ഷേപിച്ചും വൈസ് ചാൻസലർ നിലയിൽ അദ്ദേഹത്തിന് മുന്നോട്ട് പോകാനാവില്ല. അദ്ദേഹം അത് ബോധ്യപ്പെടേണ്ടതായിട്ടുണ്ട്. RSSന്റെ ചട്ടുകമായി അദ്ദേഹം വീട്ടിൽ പ്രവർത്തിച്ചോട്ടെ, അദ്ദേഹത്തിന്റെ സ്വകാര്യതകൾ പ്രവർത്തിച്ചോട്ടെ, പക്ഷേ സർവകലാശാലകളെ ആ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ അനുവദിക്കില്ല. അദ്ദേഹം പ്രതീക്ഷിച്ചു വന്ന രാഷ്ട്രീയ പ്രതീക്ഷിച്ചു വന്ന സർവകലാശാലയുടെ അലങ്കോലമെല്ലാം ഉണ്ടാക്കി എന്നെ സർവകലാശാലയിൽ കയറ്റുന്നില്ലേ എന്നൊരു പരിദേവനം നടത്താൻ വേണ്ടി തയ്യാറായിട്ട് നല്ല മേക്കപ്പ് ഒക്കെ ഇട്ടാണ് അദ്ദേഹം വന്നത്. പക്ഷെ അത് പാളിപ്പോയി. ഞങ്ങൾ ഈ കേരള സർവകലാശാലയിലെ സമരം ആരംഭിച്ച ഫ്രം ദ ഡേ വൺ ഞങ്ങൾ ഉയർത്തിയ ഓരോ വിഷയങ്ങളും ശരിയായിരുന്നു എന്ന് അക്ഷരാർത്ഥത്തിൽ തെളിയിക്കുന്ന ദിവസമായി ഇന്നത്തെ ദിവസം മാറിയതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നുണ്ട്. ഞങ്ങൾ ഉയർത്തിയ ഓരോ വിദ്യാർത്ഥി വിഷയങ്ങളും സർട്ടിഫിക്കറ്റിന്റെ ഉൾപ്പെടെ ശരിയായിരുന്നു എന്ന് അദ്ദേഹം സമ്മതിക്കേണ്ടി വരുന്നു. അവിടെ ഞങ്ങൾ ഉയർത്തുന്ന അടുത്ത ചോദ്യം, അദ്ദേഹം ഇന്ന് അദ്ദേഹത്തിന്റെ എല്ലാ പ്രസംഗങ്ങളും പറയുന്നത് ഞാൻ നിയമപരമായി ഞാൻ അതിന്റെ അധികാരി എന്നാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം കുറച്ച് തൽപര കക്ഷികളെ കൊണ്ട് ഹൈക്കോടതിയിൽ ഒരു അഫിഡവിറ്റ് ഒരു ഹർജിയൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല കാര്യം, അദ്ദേഹം കൊടുപ്പിച്ചോട്ടെ. അദ്ദേഹം ഒരുപാട് ശ്രമപ്പെട്ട് കുറെ പരിശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ആ ഹർജിയിൽ ഉൾപ്പെടെ ഹൈക്കോടതി തിരിച്ചു നടത്തിയിട്ട് നിരീക്ഷണം നമ്മൾ കാണേണ്ടത് വൈസ് ചാൻസലർ ഡ്യൂട്ടി എന്താണ് അതിനകത്ത് കൃത്യമായി പറയുന്നുണ്ട്. വൈസ് ചാൻസലർ ഡ്യൂട്ടി ടു അപ്ഹോൾഡ് ദ സ്റ്റാറ്റ്യൂട്ട് ആൻഡ് ആക്ട് ഓഫ് കേരള യൂണിവേഴ്സിറ്റിയാണ്. ആ സ്റ്റാറ്റ്യൂട്ടിനും ആക്ടിനും വിരുദ്ധമായി ഇന്ന് സർവകലാശാലയിൽ പ്രവർത്തിക്കുന്ന വൈസ് ചാൻസലർക്ക് ആ സ്ഥാനത്തിരിക്കാൻ ധാർമ്മികമായോ അദ്ദേഹത്തിന്റെ പ്രൊഫഷൻ അനുസരിച്ചോ അദ്ദേഹം ഒരു മനുഷ്യനെന്നില്ല, അദ്ദേഹത്തിന് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല എന്ന് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. ശരി എം ശിവപ്രസാദ്. ഞാൻ ശ്രീ ഡോക്ടർ എ സമ്പത്തിലേക്ക് വരുന്നു. അതിനു മുമ്പ് വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ രജിസ്ട്രാറെ സംബന്ധിച്ച് VC പറഞ്ഞത്, ഗവർണറെ അപമാനിച്ചു എന്ന് VC പറഞ്ഞ പച്ചക്കള്ളം, ആ വാക്കുകളൊന്ന് കേൾക്കാം. നാട്ടിൻ്റെ ഭരണത്തലവൻ അത് ഗവർണറാണ്, യൂണിവേഴ്സിറ്റിയുടെ തലവൻ അത് ചാൻസലറാണ്. അദ്ദേഹത്തെ അപമാനിക്കുകയാണ് ചെയ്തത്. അദ്ദേഹത്തെ ഒരു പരിപാടിക്ക് വന്നതിന് ശേഷം നിങ്ങൾ വരണ്ട എന്ന് പറയുന്നത് എന്തുമാത്രം അപമാനകരമാണ്. അത്തരം ഒരാളെ വളരെ ചെറിയ ശിക്ഷയല്ല, അദ്ദേഹം അത് ചെയ്തിട്ടില്ല എന്ന് പറയുന്നു, ചെയ്തിട്ടുണ്ടോ എന്ന് തർക്കം, അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിട്ട് അവിടെ നിന്ന് മാറ്റി നിർത്തുകയാണ്. എന്നിട്ട് അത് അന്വേഷിക്കാൻ സിൻഡിക്കേറ്റിനെ ചുമതലപ്പെടുത്തുകയാണ്. അദ്ദേഹം പറയുന്നതാണോ ശരി, അതോ ഗവർണറെ അപമാനിച്ചു എന്നുള്ളത് മറ്റുള്ളവർ പറയുന്നത് ശരിയാണോ എന്ന് അന്വേഷിക്കാൻ. അത് വകവയ്ക്കാതെ നമ്മുടെ നാട്ടിൽ ആർക്കെതിരായിട്ടും ആരോപണം വന്നാൽ സസ്പെൻഡ് ചെയ്യുന്നത് വളരെ സ്വാഭാവികമാണ്. ഇവിടെ ശ്രീ എ സമ്പത്ത്, കാവിക്കൊടിയേന്തിയ വനിതയെന്ന RSS ബിംബത്തെ പ്രതിഷ്ഠിച്ചത് വഴിയുള്ള ചട്ടവിരുദ്ധതയാണ് രജിസ്ട്രാർ ചോദ്യം ചെയ്തത്. ഗവർണറെ ഒരു തരത്തിലും അപമാനിച്ചിട്ടില്ല. ഇങ്ങനെ ചട്ടവിരുദ്ധമായി ഇവിടെ പരിപാടി നടക്കുന്നുണ്ട്, അതിൽ ഭരണഘടനാ സ്ഥാപനം എന്ന നിലയിൽ താങ്കൾ പങ്കെടുക്കുന്നത് ശരിയല്ല എന്ന ഔദ്യോഗികമായ അറിയിപ്പ് മാത്രമാണ് അദ്ദേഹം നൽകിയത്. ഒരിക്കലും ഗവർണറെ അപമാനിക്കുകയോ ഗവർണർ അവിടെ വരണ്ടെന്നോ അല്ലെങ്കിൽ അതിനെതിരെയോ ഒന്നും രജിസ്ട്രാർ സംസാരിച്ചിട്ടില്ല. രജിസ്ട്രാർ അദ്ദേഹത്തിൻ്റെ ചട്ടം ഉയർത്തിപ്പിടിച്ചുള്ള നീക്കം മാത്രമാണ് ചെയ്തത്. പക്ഷേ ഗവർണറെ അപമാനിച്ചു, ഗവർണറെ തടഞ്ഞു എന്ന സ്വഭാവത്തിൽ പച്ചക്കള്ളമാണ് ഇന്ന് വാർത്താ സമ്മേളനത്തിൽ ഇദ്ദേഹം ആവർത്തിച്ചത്. അതാണോ വസ്തുത ശ്രീ എ സമ്പത്ത്? അതെ, ഞാനിപ്പോൾ ഡോക്ടർ മോഹൻ കുന്നമ്മൽ ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് വ്യക്തിപരമായി എന്തെങ്കിലും ഒരു പരാമർശമൊന്നും നടത്താനായി ഈ വേള വിനിയോഗിക്കുന്നില്ല. ഞാൻ പഠിച്ച തിരുവനന്തപുരത്തെ ഗവൺമെൻറ് മോഡൽ ഹൈസ്കൂളിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ് അദ്ദേഹം. ഞാൻ പഠിച്ച താങ്കളുടെ സീനിയർ എന്ന നിലയിൽ
അദ്ദേഹം ഉൾപ്പെടെയുള്ളവർ കഴിച്ചിട്ട് പിന്നെ കഴിക്കാൻ പറ്റാതെ വലിച്ചെറിയുന്ന പൊതിച്ചോറുകളിൽ അതിലെ അന്നം പുറക്കി അത് കഴിച്ച് വിശപ്പടക്കിയിട്ട് പോയ ചേരികളിലെ കുട്ടികളടക്കം ഇന്ന് അദ്ദേഹം ഇരിക്കുന്നതായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബൈ പ്രൊഫഷൻ അദ്ദേഹം ഒരു ഡോക്ടറാണ്. അദ്ദേഹത്തെ പോലെയോ അതിനേക്കാൾ ഉന്നതമായ നിലയിലോ ആ കുട്ടികൾ, മെല്ലിച്ച കുട്ടികൾ, എല്ലുന്തിയ കുട്ടികൾ, ഒരു നിക്കറ് പോലും കീറിയതിട്ടുകൊണ്ട് നടക്കാൻ ഭാഗ്യമില്ലാതിരുന്ന കുട്ടികൾ, അക്കാലത്ത് അത്തരത്തിൽ ഈ ഉച്ഛിഷ്ടം ഭുജിച്ച് നടന്നവർ എന്ന് ഇദ്ദേഹത്തെ പോലുള്ളവർക്ക് പറയാൻ കഴിയുന്നവർ ഇന്ന് സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ ഇന്ന് അത്തരത്തിൽ നമുക്ക് അഭിമാനകരമായ നിലയിൽ അവരുടേതായുള്ള പ്രവർത്തനങ്ങളുണ്ട്. ഞാൻ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം അടിയന്തരാവസ്ഥയാണ് ഞാൻ SFIയുടെ യൂണിറ്റ് പ്രസിഡൻ്റാകാൻ സ്കൂളിൽ കാരണമായിട്ടുള്ളത്. അതുകൊണ്ട് ഞാനും അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ ഒരു ഗുണ്ടയാകാനുള്ള എല്ലാ യോഗ്യതയുമുള്ള ഒരാളാണ്. ഇതേ കേരള സർവകലാശാലയിൽ നിന്ന് തന്നെ LLM റാങ്കോട് കൂടിയാണ് ഞാൻ പാസ്സായത്. ഇവിടെ നിന്ന് തന്നെ ഞാൻ സർക്കാർ ലോ കോളേജിലെ അധ്യാപകനായിരിക്കുകയും പിന്നീട് എനിക്ക് സ്ഥിര നിയമനം കിട്ടിയത് ഞാൻ ഉപേക്ഷിച്ചിട്ട് പൊതുരംഗത്തേക്ക് കടന്നു വന്ന ഒരാളാണ്. അദ്ദേഹത്തിന് എന്നെയും ഗുണ്ട എന്ന് വിളിക്കാനുള്ള എല്ലാ അത്തരത്തിലുള്ള അവകാശത്തെയും ഞാൻ അംഗീകരിക്കുകയാണ്. എന്ന് മാത്രമല്ല, കേരളത്തിൽ ഒരുപക്ഷെ ആദ്യമായി ഇന്നത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അടക്കമുള്ള ഞങ്ങൾ 33 ആൺകുട്ടികൾ കേരളത്തിലെ അന്നത്തെ സംസ്ഥാന ഗവർണർക്കെതിരായി കരിങ്കൊടി പ്രകടനം നടത്തിയതിന് നിലവിലുണ്ടായിരുന്ന ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ ജാമ്യം കിട്ടാത്ത വകുപ്പ്, ദ അസാൾട്ട് ഓൺ ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യൻ യൂണിയൻ ഓർ ദ ഗവർണർ ഓഫ് എ സ്റ്റേറ്റ് എന്നുള്ളത്, പ്രധാനമന്ത്രിയെ കരിങ്കൊടി കാണിച്ചാലും മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ചാലും ആ വകുപ്പില്ല എന്നുള്ളത് കൂടി മനസ്സിലാക്കണം. IPCയിലെ 124 ആണ് ഞങ്ങൾക്കെതിരായി ചാർജ് ചെയ്യപ്പെട്ടത്. തിരുവനന്തപുരത്തെ സബ് ജയിലിൽ അത്തരത്തിൽ ദിവസങ്ങളോളം ഈ റിമാൻഡിൽ കഴിയേണ്ടി വന്ന ഒരു പഴയ പ്രതിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ജൂനിയറായി പഠിച്ച ഞാൻ 3 തവണ പാർലമെൻ്റ് അംഗമായി എങ്കിൽ പോലും അതേ കോളേജിൻ്റെയും ഗവൺമെൻറ് ആർട്സ് കോളേജും ആ മോഡൽ സ്കൂളും സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തെ കോർപ്പറേഷൻ കൗൺസിലറായിരുന്നുവെങ്കിലും ഞാനും ഗുണ്ട എന്ന പദപ്രയോഗത്തിൽ അദ്ദേഹത്തിന് ഉൾപ്പെടുത്താനായി കഴിയും. ഞങ്ങളുടെ എല്ലാം ഇത്തരം കാര്യത്തിന് അദ്ദേഹത്തിന് പറയാൻ പറ്റുന്നതായ മറ്റൊരു ഗുണ്ടയുണ്ട്. ആ ഗുണ്ടയുടെ പേര് ഞാൻ പറയുന്നില്ല. ഇത് ഈ പുസ്തകം കാണുമ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലാകും. ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തൻ്റെ ഭൗതിക ശരീരം തൻ്റെ ജീവിതത്തിന് ശേഷം അത്തരത്തിൽ മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് കീറിമുറിച്ച് പഠിച്ച് ഭാവിയിൽ ആയിരക്കണക്കിന് മനുഷ്യരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ലോകം കണ്ട അതുല്യ പ്രതിഭാശാലികളിൽ ഒരാളായ കമ്മ്യൂണിസ്റ്റ് നേതാവ് SFIയുടെ പ്രവർത്തകനായി കടന്നു വന്ന അടിയന്തരാവസ്ഥക്കാലത്ത് തടവിലടയ്ക്കപ്പെട്ട് റാങ്കോടുകൂടി പാസ്സായ കുട്ടിയാണ്. സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത്, കോളേജ് വിദ്യാഭ്യാസ കാലത്ത് ആ കുട്ടിയുടെ പേര് സീതാറാം യെച്ചൂരി എന്നാണ്. ഇന്ത്യയുടെ രാജ്യസഭയിൽ അത്തരത്തിൽ അദ്ദേഹം 2 തവണ അദ്ദേഹം പാർലമെൻ്റ് അംഗമായി രാജ്യസഭയിൽ ഉണ്ടായിരിക്കുകയും തൻ്റെ രാഷ്ട്രീയ എതിരാളികളായി അപ്പുറത്ത് നിൽക്കുന്നവരുടെ പോലും സ്നേഹവും പ്രശംസയും അവരുടെ ബഹുമാനവും അദ്ദേഹത്തിൻ്റെ വാക്കുകളും വരികളും അദ്ദേഹത്തിൻ്റെ ചിന്തയും പ്രവൃത്തിയും കൊണ്ട് നേടിയെടുത്തൊരു മനുഷ്യൻ. ഇപ്പോൾ ഞാനീ പറഞ്ഞതായിട്ടുള്ള ഞാനത് ഇറ്റ്സ് ക്വൈറ്റ് അൺഫോർച്ചുനേറ്റ് ടു സേ ദാറ്റ് ഹി വാസ് മൈ സീനിയർ എന്ന് ആ സ്കൂളിലും ആ കോളേജിലും അത്രമാത്രമേ ഞാൻ ഈ സഭ്യതയുടെ അതിർവരമ്പുകൾ ലംഘിക്കാതെ ഞാൻ പറയുന്നുള്ളൂ. ഇത്തരത്തിൽ കുട്ടികളെയെല്ലാം ഇങ്ങനെ ഈ പറയുന്ന ഗൂണ്ടകളെന്നുള്ളത് എന്താണ് ഗൂണ്ട എന്ന് ക്രിമിനൽ നടപടി ചട്ടത്തിലും അതുപോലെ തന്നെ അഭിഭാഷകർ ഉപയോഗിക്കുന്ന ഭാഷയിലും അതിൻ്റെ അർത്ഥമെന്ത് എന്ന് ഈ പാവം റേഡിയോളജിസ്റ്റിന് അറിയാതെ പോയിട്ടുണ്ട് എങ്കിൽ അദ്ദേഹം നിയമപുസ്തകങ്ങൾ കൂടിയൊന്ന് വായിച്ചിട്ട് പറയുന്നത് നന്നായിരിക്കും എന്നത് മാത്രമേ എനിക്ക് അഭിപ്രായമുള്ളൂ. ഞാൻ പറഞ്ഞുവല്ലോ, വ്യക്തിപരമായ മറ്റൊരു പരാമർശത്തിലേക്ക് ഞാൻ പോകുന്നില്ല എന്നുള്ളത്. ഇവിടെ BJPയുടെ വക്താവ് പറഞ്ഞ ചില കാര്യങ്ങൾക്ക് ഞാൻ 2 മിനിറ്റ് കൊണ്ട് അതിനെ സംബന്ധിച്ച് കൂടി ഒന്ന് പറഞ്ഞുകൊണ്ട് ഒത്തിരി ചർച്ചകൾ ഇത് സംബന്ധിച്ച് നടന്നു. ഈ ഭാരതാംബ വിഷയത്തെ സംബന്ധിച്ചുള്ള ചർച്ചയിൽ തന്നെ എനിക്ക് തോന്നുന്നു ആ വിഷയം വെച്ച് മാത്രം ചർച്ച ചെയ്ത മലയാളത്തിലെ എനിക്ക് ഒരു 6-7 ടെലിവിഷൻ ചാനലുകളിലെ ചർച്ചകളിൽ ഞാൻ പല ദിവസങ്ങളിലും പങ്കെടുത്തതാണ്. ഈ ഭാരതാംബ എന്നിവർ വിശേഷിപ്പിക്കുന്ന പഴയ ബംഗമാതാവിൻ്റെ ചിത്രം ഇതാണ്. ഇവിടെ ക്രൂരതയില്ല, ആയുധമില്ല, ദുഷ്ടതയില്ല, ഇവിടെ വെറിയില്ല, അത്തരത്തിലുള്ള ഏതെങ്കിലും വിധത്തിലുള്ള ഒരു വിരോധമൊന്നുമില്ല. 4 കൈകളിലായിട്ടുള്ളത് ശാന്തിയുടെ, സമൃദ്ധിയുടെ, വിജ്ഞാനത്തിൻ്റെ, പുരോഗതിയുടെ അടയാളങ്ങളായി. ഇത് അബനീന്ദ്രനാഥ ടാഗോർ വരച്ചതായ ചിത്രമാണ്. ഇന്ത്യയുടെ രാഷ്ട്രീയ സ്വാതന്ത്ര്യ പ്രക്ഷോഭത്തിൻ്റെ കാലത്ത് ബംഗാളിയുടെ ദേശസ്നേഹം ഉയർത്താൻ വേണ്ടി അങ്ങനെ വരച്ചതാണ്. ആദ്യത്തെ ചർച്ചകളിൽ BJPയുടെ പ്രതിനിധികൾ അന്ന് പറഞ്ഞത് അബനീന്ദ്രനാഥ ടാഗോർ വരച്ച ചിത്രമാണ് ഈ RSSകാർ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നത് എന്നുള്ള നിലയിലാണ്. BJPയുടെ പ്രതിനിധി ഇവിടെ പങ്കെടുക്കുന്നുണ്ടല്ലോ. ഞാൻ ആ മാന്യ വനിതയോട് ചോദിക്കുകയാണ്, ഇവിടെ ഈ പറയുന്നതായിട്ടുള്ള അവരുടെ ദ സോ കാൾഡ് ഭാരതാംബ അല്ലേ, ആ സോ കാൾഡ് ഭാരതാംബ ഇതാണല്ലോ ആ ചിത്രം. ഇതാരാ ഈ ചിത്രം വരച്ചത് ഒന്ന് പറഞ്ഞാൽ മതി. ശ്രീമതി വിനീത ഹരിഹരൻ ഒന്ന് പറഞ്ഞേ. ഈ ചിത്രത്തിനൊരു കർത്താവ് ഉണ്ടാവണമല്ലോ അല്ലേ, എങ്കിലല്ലേ പിന്നീട് ക്രിയ എല്ലാം വരുന്നുള്ളൂ. ആരാ ഈ ചിത്രം വരച്ചത്?
എവിടെയായിരുന്നു ചിത്രത്തിൻ്റെ ഉത്ഭവം? ആ ചിത്രത്തിൻ്റെ ഉത്ഭവം ഇപ്പുറത്ത് നിന്നാൽ എങ്ങനെയാണ് അത് ഉത്ഭവിക്കുന്നത്? ബ്രിട്ടാനിക്ക, എന്താ സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം, ആ സാമ്രാജ്യത്തിൻ്റെ അധിപയായ ഒരു വനിത, അത് ചക്രവർത്തിയാണ്, ബ്രിട്ടീഷ് ചക്രവർത്തി. അതുകൊണ്ട് ഇവിടെ ഒരു അഖണ്ഡ ഭാരതത്തെ നമുക്കിങ്ങനെ സ്ഥാപിക്കാമെന്നുള്ള നിലയിലേക്ക് എന്നിട്ട് പറയുകയാണ് ഇതാണ് ഭാരതാംബ എന്നുള്ള നിലയിലേക്ക്. നമ്മളെവിടെയെങ്കിലും ഒരു ചിത്രം കൊണ്ടുവച്ചിട്ട് അതാണ് എന്നുള്ള നിലയിലേക്ക്, ഞാനെവിടെയെങ്കിലും എൻ്റെ അമ്മയുടെ ചിത്രം കൊണ്ടുവച്ചിട്ട് അതിലെല്ലാം പുഷ്പാർച്ചന നടത്തിയിട്ട് നിങ്ങൾ ഈ ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുക്കാവൂ എന്ന് പറയുകയോ, അതല്ല, ഒരു പൊതുവിടത്തിൽ അത്തരമൊരു കാര്യത്തിൽ അങ്ങനെ ഏതെങ്കിലും ഒരു ചിത്രം കൊണ്ടുവച്ചിട്ട് അതിലെല്ലാം നിങ്ങൾ പുഷ്പാർച്ചന നടത്തണമെന്ന് പറയുകയോ. ഇനി സെക്രട്ടേറിയറ്റിൽ നിരവധി കമ്മ്യൂണിസ്റ്റുകാരായ മന്ത്രിമാരുണ്ട്, അതുകൊണ്ട് ആ മന്ത്രിമാർ അവിടെ എല്ലാം നേരത്തെ സഖാവ് ശിവൻകുട്ടി ചോദിച്ചതുപോലെ കാൾമാർക്സിൻ്റെ ചിത്രം ഞാൻ അവിടെ വയ്ക്കുന്നു, അല്ലെങ്കിൽ അത്തരത്തിലൊരു നേതാവിൻ്റെ ചിത്രം വയ്ക്കുന്നു, അവിടെ എൻ്റെ സ്റ്റാഫിലുള്ള ആളുകളെല്ലാം പുഷ്പാർച്ചന നടത്തണമെന്ന് പറഞ്ഞാൽ ഇവിടെ കുടിയേത് എന്നുള്ളതിൻ്റെ ഒന്നുമല്ല. ഇതും ഭാരതാംബയുടെ ചിത്രമായി പല ആളുകളും പ്രചരിപ്പിക്കുന്നുണ്ട്, എനിക്കടക്കം ഈ ആശംസയായി അയച്ചു തരാറുണ്ട്. ഇത് സ്വാമി വിവേകാനന്ദൻ്റെ ചിത്രമടക്കമുള്ള ഇതും ഒരു ഭാരതാംബയുടെ ചിത്രം തന്നെയാണ്. ഈ ഭാരതാംബയുടെ ചിത്രത്തെ സംബന്ധിച്ചൊന്നും തന്നെ ഈ പുസ്തകത്തിൽ ഇതാണല്ലോ മഹത്തായ ഗ്രന്ഥം, ഇന്ത്യയുടെ ഭരണഘടന എന്നുള്ളത്. RSSകാർ വല്ലാതെ ഭയക്കുന്നതായിട്ടുള്ളൊരു പുസ്തകം, BJPക്കാർ ചുട്ടുകരിക്കാനായി ആഗ്രഹിക്കുന്നതായിട്ടുള്ളൊരു പുസ്തകം. ഈ ഭരണഘടനയിൽ തന്നെ ഇവിടെ യൂണിയൻ ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും ചുമതലകളെ സംബന്ധിച്ച്, കടമകളെ സംബന്ധിച്ച്, അധികാരങ്ങളെ സംബന്ധിച്ച്, പരിമിതികളെ സംബന്ധിച്ച് വ്യക്തമായി ഇവിടെ പറയുകയാണ്. ഇതിൻ്റെ ഭാഗം 5 എന്നുള്ളത് ദ യൂണിയനാണ്, ഭാഗം 6 എന്നുള്ളത് സ്റ്റേറ്റ്സാണ്. ഈ ഭരണഘടനയിൽ സംസ്ഥാനങ്ങളിലെ സർവകലാശാലകളെക്കുറിച്ച് പറയുന്നതിൻ്റെ ഷെഡ്യൂളിൽ പിന്നീട് ഇതിൻ്റെ അവസാനം വരുന്നതെല്ലാം ഷെഡ്യൂളുകളാണ്, പട്ടികകളാണ്. അതിൽ പറയുന്നുണ്ട് ഇവിടെ ഒരു സംസ്ഥാനത്തിൻ്റെ പണം കൊണ്ട് അത്തരത്തിൽ ആ സംസ്ഥാന നിയമസഭ പാസാക്കിയ ആക്ട് മുഖാന്തരം നിലവിൽ വന്നതായ ഒരു സർവകലാശാല, ആ സർവകലാശാലയുടെ നിയന്ത്രണം എന്നുള്ളത് ആ സർക്കാരിൽ തന്നെ നിക്ഷിപ്തമായിട്ടുള്ളത്. ഒരു വ്യക്തി ഗവർണറായി വരുന്നു എന്നുള്ളത് കൊണ്ട് ഐ ആം ദ ജഡ്ജ്, ദ ജൂറി ആൻഡ് എക്സിക്യൂഷണർ എന്നുള്ള നിലയിലേക്ക് എല്ലാം വാളെടുത്താലും എല്ലാം വെളിച്ചപ്പാട് എന്നുള്ളത് പോലെ എൻ്റെ കയ്യിൽ ഈ ആയുധങ്ങളെല്ലാം ഉണ്ട്, അതുകൊണ്ട് ഞാനിതെല്ലാം അങ്ങ് ചെയ്യുന്നു എന്നുള്ള നിലയിലേക്ക് പോകുന്നത് തെറ്റായ ഒരു കാര്യം. ഞാൻ നിർത്തുന്നതിന് മുമ്പ് ഒരു കാര്യം, ഗവർണർ എന്നുള്ള നിലയിലല്ല സർവകലാശാലയെ ഇപ്പോൾ ആർലേക്കർക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നത് എന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നതും, നേരത്തെ ആരിഫ് മുഹമ്മദ് ഖാൻ ആയാലും അതിനു മുമ്പ് ഇനി ജസ്റ്റിസ് പി സദാശിവത്തിൻ്റെ കാലത്തായാലും അദ്ദേഹത്തെ പോലുള്ള ജസ്റ്റിസ് പി സദാശിവത്തെ പോലുള്ള ഒരു ഗവർണർമാരായിരുന്ന ഒരു നാട്ടിലാണ് ഇത്തരത്തിലൊരു ഗവർണർ ഉള്ളത് എന്ന് പറയുമ്പോൾ, സിംഹം ഇരുന്ന കസേരയിൽ ഒരു പക്ഷേ നീലവെള്ളത്തിൽ വീണ കുറുക്കൻ കയറിയിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗതികേട് ഒരു സംസ്ഥാനത്തിന് അത്തരത്തിൽ ഗവർണറിൽ നിന്നുണ്ടായാൽ അതിലാരും പരിഭവിച്ചിട്ട് കാര്യമില്ല. ഇവിടെ ചാൻസലർ എന്നുള്ളതും ഗവർണർ എന്നുള്ളതും രണ്ടും രണ്ടാണ്. ചാൻസലർ സർവകലാശാലയുടെ ചാൻസലറാണ്, ആരുമാകാം. ആ ചാൻസലർ പ്രോസിക്യൂഷന് വിധേയമാകാൻ ബാധ്യസ്ഥമാണ്. ഞാനൊരു വക്കീലാണ്, വെറും വക്കീലാണ്. ഗുണ്ട എന്ന് SFIക്കാരെ വിളിക്കുമ്പോൾ ഞാനും ആ കുട്ടികളെ ഞാൻ ചേർത്ത് പിടിക്കുകയാണ്. ഞാനും അത്തരത്തിലുള്ള ഒരാളായി തന്നെ കേരള സർവകലാശാല വൈസ് ചാൻസലർ പറഞ്ഞോട്ടെ, എൻ്റെ റാങ്ക് സാക്ഷ്യപത്രവും വെച്ചുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, ഞാനും അങ്ങനെ തന്നെ ആയിക്കോട്ടെ. ഞാൻ ഈ നേരത്തെ പറഞ്ഞ സഖാവ് സീതാറാം യെച്ചൂരി ഉൾപ്പെടെയുള്ളവർ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. പക്ഷേ ഒരു കാര്യം, ചാൻസലർ പ്രോസിക്യൂഷനും കേസുകളിൽ അത്തരത്തിൽ പ്രതിയാകാനും ബാധ്യസ്ഥനാണ്. ഗവർണർക്കൊരു ഇമ്മ്യൂണിറ്റി ഉണ്ട്. ആ ഇമ്മ്യൂണിറ്റി എന്നുള്ളൊരു കവചമുള്ളത് കൊണ്ട് ഞാൻ തന്നെയാണ് ചാൻസലർ, ഞാൻ തന്നെയാണ് ഗവർണർ എന്നുള്ളത്. ഒരു സംസ്ഥാനത്തെ സർക്കാർ ഇങ്ങനെ ഒരാൾ, ഇങ്ങനെ ഒരു വ്യക്തി, അല്ല ഇങ്ങനെ ഒരു സ്ഥാനത്തിരിക്കുന്നയാൾ ചാൻസലറായി വേണ്ട എന്ന് തീരുമാനിച്ച് അങ്ങനെ നിയമം പാസ്സാക്കിയാൽ, അങ്ങനെ അവരൊരു ഭേദഗതി കൊണ്ടുവന്നാൽ അപ്പോൾ തന്നെ ഞാൻ ഇന്നലെ തയ്യാർ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു പോകേണ്ടതല്ലേ? ഇന്ത്യയിൽ അങ്ങനെ ആദ്യമായി ഏത് സംസ്ഥാന നിയമസഭയാണ് നിയമം പാസ്സാക്കിയെന്നറിയാം ജിംഷാദെ? ഇന്നത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഗുജറാത്തിലെ സംസ്ഥാന മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്ത് ഗുജറാത്തിലാണ് ഗവർണർമാർ ഞങ്ങൾക്ക് സർവകലാശാലകളുടെ ചാൻസലർമാരായി വേണ്ട എന്ന്. പിന്നീടാണ് പശ്ചിമ ബംഗാളിലും പിന്നീടാണ് മറ്റു പല സംസ്ഥാനങ്ങൾ, തമിഴ്നാട് ഉൾപ്പെടെയെല്ലാം അത് അങ്ങനെ അവരെല്ലാം വന്നത്. ഞാൻ നിർത്തുന്നതിന് മുമ്പ് ഒരു കാര്യം, ശ്രീ മോഹൻ കുന്നുമ്മൽ ഇത് കേൾക്കാനോ ആരെങ്കിലും ഇതിൻ്റെ ക്ലിപ്പിംഗ് അയച്ചു കൊടുക്കാനോ അങ്ങനെ ഇടയായാൽ ദയവ് ചെയ്ത് വൈസ് ചാൻസലർമാരുടേതായ ധർമ്മം എന്നത് രോഹിത് വെമുലയെ പോലെ സ്വപ്നങ്ങളുണ്ടായിരുന്ന കുട്ടികളെ മരണത്തിൻ്റെ കയങ്ങളിലേക്ക് വലിച്ചെറിയലല്ല, മൃത്യുവിൻ്റെ ദൂതന്മാരായി വരികയല്ല ഗവർണർമാരും വൈസ് ചാൻസലർമാരും എല്ലാം ചെയ്യേണ്ടത്. അംബേദ്കർമാരെ സൃഷ്ടിക്കലാണ് അവർ ചെയ്യേണ്ടത്. ഡോക്ടർ അംബേദ്കർമാരെ സൃഷ്ടിക്കലാണ് ചെയ്യേണ്ടത്. തീർച്ചയായും അത് അടിവരയിടേണ്ടതാണ്. ശ്രീ M. ജയചന്ദ്രൻ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ, നോക്കൂ, ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത, ഈ ഗവർണർ അവസാനം നിങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞ് കൈകാട്ടി ഉത്തരം മുട്ടി ഇറങ്ങിപ്പോയല്ലോ. അതായത് ഈ RSS ഭാരതാംബയുടെ ചിത്രത്തെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ മാത്രമാണ് അദ്ദേഹത്തിന് രാഷ്ട്രീയം വന്നു എന്ന് തോന്നിയത്. അതിനു മുമ്പ് അദ്ദേഹം പറഞ്ഞത് മുഴുവൻ രാഷ്ട്രീയമായിരുന്നു. രജിസ്ട്രാറെ അപമാനിച്ച കാര്യത്തിൽ, മറ്റ് വിദ്യാർത്ഥികളെ അപമാനിച്ച കാര്യത്തിൽ, ചെഗുവേരയുടെ ചിത്രം വെക്കുന്ന കാര്യത്തിൽ അടക്കമുള്ള കാര്യങ്ങളിലെല്ലാം രാഷ്ട്രീയം പറഞ്ഞു.
അതുമാത്രമല്ല, അദ്ദേഹം ഒളിച്ചു കടത്തിയ മറ്റൊരു രാഷ്ട്രീയം കൂടി ആ വാർത്താ സമ്മേളനം സൂക്ഷ്മമായി പരിശോധിച്ചാൽ മനസ്സിലാവും. സഹകരണ ബാങ്കുകളിൽ നിന്ന് ലോണെടുത്ത വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുന്നുണ്ടല്ലോ, അവരും വലയും. അതായത് സഹകരണ ബാങ്കുകൾക്കോടുള്ള അമിത്ഷയുടെയും സംഘപരിവാറിൻ്റെയും ആ പുച്ഛം കൂടി പ്രതിഫലിക്കുകയാണ് ആ നാവായി. അങ്ങനെ നിരീക്ഷിച്ചാൽ തെറ്റുണ്ടോ ശ്രീ ജയചന്ദ്രൻ? അങ്ങനെ നിരീക്ഷിച്ചാൽ തെറ്റുണ്ടോ എന്നല്ല ജിംഷാദെ. ഈ സർവകലാശാലകളെ രാഷ്ട്രീയമായി നിയന്ത്രിക്കാൻ ഒരു ഗവർണർ തീരുമാനിക്കുകയും ആ തീരുമാനം നടപ്പിലാക്കാനായി വൈസ് ചാൻസലർമാരെ വടിയും കൊടുത്ത് യൂണിവേഴ്സിറ്റികളിലേക്ക് ഇറക്കി വിടുകയും ചെയ്യുന്ന വളരെ പ്രകടമായ ജനാധിപത്യ വിരുദ്ധമായ നടപടികളാണല്ലോ കേരളം കണ്ടുകൊണ്ടിരിക്കുന്ന സർവകലാശാലകളിൽ. അപ്പോൾ ആ കാഴ്ചയെ സംബന്ധിച്ചാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന BJP പ്രതിനിധിയായിട്ടുള്ള ശ്രീമതി വിനിത ഹരിഹരൻ പറയുന്നത്, ചെറിയൊരു നിസ്സാരമായ കേസല്ലേ, അതിങ്ങനെ ഈ തരത്തിലേക്ക് പർവ്വതീകരിച്ചാൽ കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടാതെ പോവുകയല്ലേ എന്ന്. എനിക്ക് പാനലിസ്റ്റിനോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ, എങ്ങനെയാണ് ഒരു വസ്തുതയെ വളച്ചൊടിക്കാൻ കഴിയുന്നതെന്നുള്ളത് അവർ തന്നെയാണ് ആലോചിക്കേണ്ടത്. കാരണം ഇത് നിസ്സാരമായ കാര്യമാണെന്ന് പറയുമ്പോൾ രണ്ട് കാര്യങ്ങൾ മാത്രമേ അതുമായി ബന്ധപ്പെട്ട് ഞാൻ പറയുന്നുള്ളൂ. ഈ ഭാരതാംബയുടെ ചിത്രത്തിനെക്കുറിച്ച് അവർ പറഞ്ഞു, സമ്പത്ത് പറഞ്ഞു, ആജിം ഷാ സൂചിപ്പിക്കുകയും ചെയ്തല്ലോ. ഈ ഭാരതാംബയുടെ ചിത്രത്തിൻ്റെ ബാക്ക്ഡ്രോപ്പിൽ വേറൊരു ഭൂപടമുണ്ട്. ആ ഭൂപടത്തിൽ ഇന്ത്യ മാത്രമല്ല, ഇന്ത്യക്ക് പുറമെ ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, ചൈനയുടെ ചില ഭാഗങ്ങൾ, മ്യാൻമറിൻ്റെ ചില ഭാഗങ്ങൾ, നേപ്പാൾ, ഭൂട്ടാൻ, മാലി, ശ്രീലങ്ക, ഇത്രയും സ്വതന്ത്ര പരമാധികാര രാഷ്ട്രങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഭൂപടത്തിന് മുകളിലാണ് ഒരു ഭാരതാംബയുടെ ചിത്രം വച്ചിരിക്കുന്നത്. എന്നിട്ട് പറയുകയാണ് ഇത് അഖണ്ഡ ഭാരതമാണത്രേ. അപ്പോൾ അഖണ്ഡ ഭാരതമാണ് ഇതെന്ന് പറയുന്നവർ ഒരു കാര്യം ആലോചിക്കണം. എന്താണെന്നറിയാമോ? ചൈന, ബംഗ്ലാദേശ്, നേപ്പാൾ, ഭൂട്ടാൻ, മ്യാൻമർ എന്നീ രാജ്യങ്ങൾ അന്താരാഷ്ട്ര അതിർത്തികളാണ്. ആർക്ക്? ഇന്ത്യക്ക്. അത് ഇൻ്റർനാഷണൽ ബോർഡേഴ്സാണ്. അങ്ങനെയുള്ള ഒരു രാജ്യത്തിൻ്റെ ഭൂപടം മാറ്റി വരച്ചിട്ട് ഇത് അഖണ്ഡ ഭാരതമാണെന്ന് പറയുകയും അതിൽ ഒരു സ്ത്രീയെ വെച്ചിട്ട് RSSൻ്റെ ഈ പറയുന്ന സാഫ്രൺ ഫ്ലാഗ് കയ്യിൽ പിടിപ്പിക്കുകയും ചെയ്യുക. ഇതാണോ ജനാധിപത്യപരം? ഇത് ജനാധിപത്യപരമെന്ന് മാത്രമല്ല, ഭരണഘടനാ വിരുദ്ധമാണ്, ആൻറ്റി കോൺസ്റ്റിറ്റ്യൂഷണലാണ് ഗവർണർ ചെയ്തിരിക്കുന്നത്. അതെവിടെയാണ് ചെയ്തത്? ലോക പരിസ്ഥിതി ദിനത്തിൽ ജൂൺ 5-ന് രാജ്ഭവനിൽ, ജൂൺ 15-ന് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിൻ്റെ സ്റ്റേറ്റ് അവാർഡ് ദാന ചടങ്ങിൽ അതേ രാജ്ഭവനിൽ, അത് കഴിഞ്ഞിട്ട് യൂണിവേഴ്സിറ്റിയിൽ. ഇതാണ് പ്രശ്നം. ഇത്തരം ജനാധിപത്യ വിരുദ്ധത, ഭരണഘടനാ വിരുദ്ധത, താങ്കൾ തന്നെ പറഞ്ഞല്ലോ, സ്റ്റേറ്റിൻ്റെ തലവനാണ്, അത് അവരല്ല പറഞ്ഞത്, മോഹൻ കുന്നുമലാണ് പറഞ്ഞത്, VC ആണ് പറഞ്ഞത്, സ്റ്റേറ്റിൻ്റെ ഭരണഘടനാ തലവനാണ് ഗവർണർന്ന്. ആ ഭരണഘടനാ തലവൻ കാണിച്ച അൺകോൺസ്റ്റിറ്റ്യൂഷണൽ, ആൻറ്റി കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള ഈ ഭൂപടം, ഈ മാപ്പ്, ഈ ജിയോഗ്രഫിക്കൽ മാപ്പിന് പകരം ഒരു പൊളിറ്റിക്കൽ മാപ്പാണ്. എന്നെങ്കിലും ഒരു അഖണ്ഡ ഭാരതം ഈ 1947 ശേഷമുള്ള ഇന്ത്യയല്ല, അതിനു മുമ്പ് നിങ്ങൾ പറയുന്ന ഭാരതം, ഭാരതത്തിൽ എവിടെയെങ്കിലും ഇങ്ങനെ ഒരു ഭൂപടം ഉണ്ടായിരുന്നോ? ഇനി ഉണ്ടാക്കാൻ കഴിയുമോ? കേന്ദ്ര ഗവൺമെൻറ് മുഴുവൻ ശക്തി പ്രയോഗിച്ചാലും നിങ്ങൾക്ക് ഈ രാജ്യങ്ങളെ കൂട്ടിച്ചേർക്കാൻ കഴിയുമോ? ഇല്ലല്ലോ. പിന്നെന്തിനാണ് ഇത്തരത്തിലുള്ള ഭൂപടം? അതൊരു പൊളിറ്റിക്കൽ ഈ പെർവ്യൂവിൽ നിങ്ങൾ കൊണ്ടുവരുന്നതാണ്. അജണ്ട പൊളിറ്റിക്കലാണ്. ആ പൊളിറ്റിക്കൽ അജണ്ട നടപ്പിലാക്കാനായിട്ട് ഭരണഘടനാ തലവനായിട്ടുള്ള ഗവർണറെ നിങ്ങൾ പൊളിറ്റിക്കലി യൂസ് ചെയ്യുകയാണ്. അതാണ് പ്രശ്നം. അപ്പോൾ SFIയുടെ അടിസ്ഥാന മുദ്രാവാക്യം തന്നെ പഠിക്കുക, പോരാടുക എന്നാണ്. പഠിക്കുകയും പോരാടുകയും ചെയ്യും SFI. അതാണ് കാണുന്നത്. പഠിക്കാൻ ഗുണ്ടകളാണെന്ന് പറയുന്ന ഗവർണർ, അതിനെ ആരൊക്കെ എൻഡോസ് ചെയ്യുന്നോ അവർക്കൊക്കെ ആ നിലവാരമേ ഉള്ളൂ. അവരുടെ സ്റ്റാൻഡേർഡ് അതാണ്. അവരുടെ കൾച്ചറൽ ലെവൽ അത്രയേ ഉള്ളൂ, അത്രേ അറ്റൈൻമെൻറ്റേ അവർക്കുള്ളൂ. അത് സംബന്ധിച്ച് അതല്ലാതെ മറ്റൊന്നും പറയാനില്ല. ഗവർണർ SFIക്കാരെ ഗുണ്ടകളെന്ന് വിളിക്കുമ്പോൾ ആ ഗവർണറുടെ മനോനിലവാരം, മെൻ്റൽ കേപ്പബിലിറ്റി അത്രയും ഉള്ളൂ. ആ നിലവാരത്തിൽ നിന്ന് അദ്ദേഹം മുമ്പോട്ട് പോയിട്ടില്ല എന്ന് തന്നെയാണ് അത് സ്പഷ്ടീകരിക്കുന്നത്. അതൊന്നും എനിക്ക് യാതൊരു തർക്കവുമില്ല.
പിന്നെ ഇതെന്താണ്? ഇന്നിപ്പോൾ അദ്ദേഹം എന്താണ് പറഞ്ഞത്? പിന്നെ ഐ എം നോട്ട് റെഡി. ഏതാ പത്രസമ്മേളനത്തിന് അവസാനത്തെ വാചകം പറഞ്ഞ് വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് നിങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് വഴുതി വീഴുന്നു. ആര്? മാധ്യമപ്രവർത്തകർ രാഷ്ട്രീയത്തിലേക്ക് വഴുതി വീഴുന്നു. ഐ ആം നോട്ട് റെഡി എന്ന് പറഞ്ഞ് ഡോർ തുറന്ന് പുറത്തേക്ക് പോകുന്ന VC ആണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഐ ആം നോട്ട് റെഡി എന്ന് പറയുന്ന അദ്ദേഹത്തിനോട് തിരിച്ച് ചോദിക്കണം. ഈ ചർച്ചയിലെങ്കിലും ഞാൻ ചോദിക്കുകയാണ്, വെൻ യു ആർ ഗോയിങ് ടു ബി റെഡി എന്ന് തന്നെയാണ് ചോദിക്കാനുള്ളത്. അദ്ദേഹം എപ്പോഴാണ് ഇനി തയ്യാറായി വരാൻ പോകുന്നത്? ഇന്നിപ്പോൾ ശിവപ്രസാദ് മുമ്പേ പറഞ്ഞല്ലോ, SFIയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് മുമ്പേ പറഞ്ഞല്ലോ, 1860 ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ ഒപ്പിടേണ്ടി വന്നു. ആർക്ക്? മോഹൻ കുന്നമ്മൽ എന്ന വൈസ് ചാൻസലർക്ക്. എന്തുകൊണ്ട്? അദ്ദേഹം ഇത്രയും കാലവും തൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൽ അത്യന്തം ഗുരുതരമായ വീഴ്ച വരുത്തിയതിൻ്റെ പിഴ മൂളേണ്ടി വന്നു എന്ന് ഇന്ന് ഇല്ലേ? ഒരു പിന്നെ ഗവർണർ ഞാൻ തെറ്റായിട്ടാണ് പറഞ്ഞത്, VCക്ക് പിഴ മൂളേണ്ടി വന്നു ഇന്ന് ഇല്ലേ? ഞാൻ അത്രയും 1860 ഒപ്പിട്ടു എന്ന് പറയേണ്ടി വന്നല്ലോ ഇദ്ദേഹത്തിന്. അപ്പോൾ അത്രയും വിദ്യാർത്ഥികളെ അവരുടെ പിന്നെ ധൈഷണിക ജീവിതത്തെയാണ് അദ്ദേഹം ഗുണ്ട എന്ന് വിളിച്ച് അപഹസിക്കാൻ ശ്രമിക്കുന്നത്, നിന്ദിക്കാൻ ശ്രമിക്കുന്നത്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ സ്വന്തം അജണ്ടയായ ഇതിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അതൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള എല്ലാ അവകാശവും അദ്ദേഹത്തിനുണ്ട്. പക്ഷേ അത് അതിൻ്റേതായിട്ടുള്ള ശരിയായ വഴിയിലൂടെ ആയിരിക്കണം എന്നുള്ള മിനിമം ഒരു റീസണിങ് അദ്ദേഹത്തിന് ഉണ്ടാവണം. അതില്ലല്ലോ, അദ്ദേഹത്തിന് അത്ര റീസണിങ് ഇല്ല. പക്ഷേ പിന്നെ നാട്ടുകാർക്ക് മനസ്സിലാവും ഇത് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിനിപ്പം പിന്തിരിയേണ്ടി വരുന്നത്. ഇന്ന് വിദ്യാഭ്യാസ മന്ത്രിയെ കണ്ടത് എന്തുകൊണ്ടാണ്? പ്രശ്നങ്ങൾ സെറ്റിൽ ചെയ്യണം എന്നൊരു ധാരണയിലേക്ക് ഗവർണർ വരുന്നതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? തൻ്റെ അജണ്ട കേരളത്തിൽ വില പോവില്ല എന്ന് പിന്നെ ചാൻസലർ മനസ്സിലാക്കി. ഗവർണർ മനസ്സിലാക്കി ഞാൻ എപ്പോഴും പറയില്ല. ചാൻസലർക്ക് മനസ്സിലായി തൻ്റെ വിദ്യാഭ്യാസ അജണ്ട കേരളത്തിൽ ചിലവാവില്ല എന്ന് കേരളത്തിൽ യൂണിവേഴ്സിറ്റികളുടെ ചാൻസലർക്ക് മനസ്സിലായി. അത് ആർലേക്കർ എന്ന ഗവർണർ ആയിട്ട് ഞാനിപ്പോൾ ആരോപിക്കുന്നില്ല. പക്ഷേ ചാൻസലർക്ക് അത് മനസ്സിലാക്കേണ്ടി വന്നു. അതാണ് യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യത്തിൻ്റെ മുകളിൽ നിന്നുകൊണ്ടല്ലാതെ ഒരു ചർച്ചയ്ക്കും ഇനി ഒരു റിലവൻസും ഇല്ല. ഇതിൻ്റെ മുകളിൽ നിന്ന് എന്ത് ചർച്ചയുമാവാം? ഏതാ ഗവർണർക്ക് വീണ്ടും പറയുന്നു, ചാൻസലർക്ക് അദ്ദേഹം ചെയ്ത ഗുരുതരമായ തെറ്റ്, വിദ്യാർത്ഥികളോട് ചെയ്ത തെറ്റ് പിന്നെ ഈ ചാൻസലർക്ക് മനസ്സിലാവുകയും അത് അദ്ദേഹം വൈസ് ചാൻസലർക്ക് നിർദ്ദേശ രൂപത്തിൽ കൊടുക്കുകയും ചെയ്തതിൻ്റെ പേരിലാണ് ഇന്ന് വൈസ് ചാൻസലർ വന്നിട്ട് 1860 ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഒപ്പിട്ടത് എന്ന് മനസ്സിലാക്കാൻ ഒരു വിഷമവുമില്ല അജിംഷാദെ. അതാണ് കാണുന്നത്. അപ്പോൾ ആരാണ് പൊളിറ്റിക്കൽ അജണ്ട സെറ്റ് ചെയ്യുന്നത്? ആർക്കാണ് പൊളിറ്റിക്കൽ വെൻഡേറ്റ ഉള്ളത് ഇവിടെ? അതുകൊണ്ടാണല്ലോ ഗുണ്ടാസ് എന്ന് പറയുന്നത്. അങ്ങനെ കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു സ്റ്റേറ്റാണോ കേരളം? അതെങ്കിലും മിനിമം മനസ്സിലാക്കണ്ടേ? നമുക്ക് ഏത് തരത്തിലുള്ള ജനാധിപത്യപരമായ ആർഗ്യുമെൻസിനും പിന്നെ ഇടമുണ്ട്. വിഖ്യാതമായ പുസ്തകമുള്ള അമർത്യാസൻ്റെ പുസ്തകം തന്നെ, ആർഗ്യുമെൻറ്റേറ്റീവ് ഇന്ത്യൻ അല്ലേ? അതടക്കം നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ ഇതോ അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള ആൻറ്റി കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുക, അത് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുക, അതിനെതിരെ വിദ്യാർത്ഥികൾ സ്വന്തം യൗവനം അതിനുവേണ്ടി എത്ര ദിവസങ്ങൾ അതിനുവേണ്ടി മാറ്റിവെക്കേണ്ടി വന്നാലും ശരി, തങ്ങൾ അത് മാറ്റിവെക്കുക തന്നെ ചെയ്യും തെളിയിച്ചുകൊണ്ട് മുമ്പോട്ട് വന്നതിനൊടുവിൽ ഉള്ള പിന്നെ ഈ അനിവാര്യം ഇന്നെവിറ്റബിളായിട്ടുള്ള സറണ്ടർ ആണ് സംഭവിച്ചത്. ആ അനിവാര്യമായ കീഴടങ്ങലാണ് ഇന്ന് വൈസ് ചാൻസലർക്ക് ഇവിടെ കാണിക്കേണ്ടി വന്നത്. അതിന് കൂടുതൽ ജനാധിപത്യപരമായ രീതിയിലേക്ക് കാര്യങ്ങൾ തീരുമാനിച്ച് മുമ്പോട്ട് പോകാൻ അദ്ദേഹത്തിന് തയ്യാറാവുന്നില്ലെങ്കിൽ, അദ്ദേഹം അതിന് മനസ്സ് കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ പിന്നെ ഈ നിലയിലും സമാധാനപരമായി പോകും എന്ന് ആർക്കും കരുതാൻ കഴിയില്ല. അദ്ദേഹം ഇതിനൊന്നും തയ്യാറല്ല എന്ന് പറയുന്നതിന് മുമ്പ് രാഷ്ട്രീയം തുടരെ പറഞ്ഞു. അതിനുശേഷം അദ്ദേഹം കൃത്യമായി RSSനെ സ്പർശിക്കുന്ന രാഷ്ട്രീയത്തിലേക്ക് എത്തിയപ്പോഴാണ് അദ്ദേഹത്തിന് രാഷ്ട്രീയമാണെന്ന് തോന്നി ഒഴിഞ്ഞു മാറിയത്. മാത്രമല്ല ഇത് പരിഹരിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ മനസ്സ് ബോധ്യമാകുന്ന വാക്കുകൾ കൂടിയുണ്ട്. സിൻഡിക്കേറ്റിനെ സംബന്ധിച്ച്, അതായത് യോഗം ചേരുന്നതിനെ സംബന്ധിച്ച് അത് പരിഹരിക്കാനുള്ള VCയുടെ മനോഭാവം, രജിസ്ട്രാറാണ് പ്രശ്നക്കാരനെന്ന് എന്ന് ആവർത്തിച്ച് പറയുന്നത്, ഇതൊക്കെ കാണാം. ആ ശകലം കൂടി ഒന്ന് കാണാം. 2 മാസത്തിൽ ഒരിക്കൽ മാത്രമേ ചേരാൻ പാടുള്ളൂ എന്ന വ്യവസ്ഥയുണ്ടോ? അല്ല, അത്രേ ആവശ്യമുള്ളൂ എന്നാണ്. അടിയന്തര സാഹചര്യത്തിൽ കൂടണമെന്ന് ഈ സിൻഡിക്കേറ്റിന്റെ വ്യവസ്ഥയിലില്ല. അവർക്ക് കോടതി പോകാം. They can go to the court.
സിൻഡിക്കേറ്റ് അല്ല, രജിസ്ട്രാർ. ശരി, രജിസ്ട്രാർ ആണെന്ന് പറയുന്നു. ആ രജിസ്ട്രാറുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്യാൻ അപ്പോയിന്റിംഗ് അതോറിറ്റിയായ സിൻഡിക്കേറ്റ് ആ യോഗം വിളിക്കണമെന്ന് സിൻഡിക്കേറ്റ് അംഗങ്ങൾ കത്ത് നൽകുന്നു. അത് യോഗം വിളിക്കാൻ തയ്യാറാകാത്ത അല്ലല്ല എന്ന് നിങ്ങളുടെ ഇന്റർപ്രിട്ടേഷൻ അങ്ങനെയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അത് നിങ്ങളുടെ ഇന്റർപ്രിട്ടേഷൻ, അത് നിങ്ങളുടെ ഇന്റർപ്രിട്ടേഷൻ. ദാറ്റ് ഈസ് നോട്ട് മൈ എനി അതർ ക്വസ്റ്റ്യൻ. ഇതാണ് ശ്രീ വിനീത ഹരിഹരൻ. നോക്കൂ, ഒരു പ്രശ്ന പരിഹാരത്തിന് മുതിരുന്ന ഘട്ടത്തിൽ കോടതിയിൽ പോകൂ, വീണ്ടും സങ്കീർണമാക്കൂ എന്ന് പറയുകയാണ്. ആരാണ്? വൈസ് ചാൻസലർ, കേരള യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ പറയുകയാണ്. നേരത്തെ ഇവിടെ SFI സൂചിപ്പിച്ച പോലെ 1838 2000-നകത്തോളം സർട്ടിഫിക്കറ്റുകൾ ഒപ്പിടാനുണ്ട്. അത് പ്രതിസന്ധിയാണ്, വിദ്യാർത്ഥികൾ വലയുകയാണ്. അത് പറഞ്ഞപ്പോൾ അത് അംഗീകരിച്ചില്ല. പക്ഷേ ഇന്ന് അത് ഒപ്പിട്ട ശേഷം അതിൻ്റെ എണ്ണം ഒപ്പിട്ട 1838 ഡിഗ്രി സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം VC തന്നെ പറയുകയും ചെയ്യുന്നു. മാത്രമല്ല VC ഇവിടെ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ രജിസ്ട്രാറിൻ്റെ അപ്പോയിൻറ്റിംഗ് അതോറിറ്റിയായ സിൻഡിക്കേറ്റ്, ആ സിൻഡിക്കേറ്റ് വിളിക്കണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. അത് വിളിക്കുമോ എന്ന ചോദ്യം, മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനോട് അദ്ദേഹത്തിനോട് മറുപടി കണ്ടില്ലേ? അദ്ദേഹത്തിൻ്റെ മറുപടി കണ്ടില്ലേ? ധാർഷ്ട്യം നിറഞ്ഞ മറുപടി. അത് താങ്കളുടെ ഇൻ്റർപ്രിട്ടേഷനാണ്, താങ്കളുടെ വ്യാഖ്യാനമാണ് എന്ന് പറഞ്ഞിട്ടാണ് അതിൽ നിന്ന് തലയൂരി പോകുന്നത്. ഇതാണോ പ്രശ്നപരിഹാരം? ഇതാണോ വിദ്യാർത്ഥികളുടെ ഭാവി? ശ്രീമതി വിനീത ഹരിഹരൻ. നിരന്തരമായി സ്ട്രൈക്ക് ചെയ്യണതും അതാണ് വിദ്യാർത്ഥികളുടെ ഭാവി. പഠിത്തത്തിൽ ഫോക്കസ് ചെയ്യാണ്ട് സ്ട്രൈക്ക് ജൂലൈ 6 തൊട്ടിട്ട് ഇതുവരെയുള്ള സ്ട്രൈക്ക് 5-6 ദിവസം സ്ട്രൈക്കിൽ നിൽക്കുന്നതാണ് വിദ്യാർത്ഥിയുടെ ഒരു ഭാവി. വൈസ് ചാൻസലർ പറയുന്നത് ഒരു കാഴ്ചപ്പാടില്ല, വിദ്യാർത്ഥികൾ പഠിത്തത്തിൽ ഫോക്കസ് ചെയ്യണം. ഞാൻ പറയുന്നില്ല, ഇപ്പൊ സീതാറാം യെച്ചൂരിയുടെ കാര്യം പറഞ്ഞു, ഇവിടേക്കൊക്കെ ഒരുപാട് റെസ്പെക്റ്റ് ഉള്ള ആൾക്കാരാണ് എല്ലാവരും. പക്ഷേ അതിൻ്റെ അർത്ഥം അവർ ആ സമയത്ത് ആ ഒരു ജനറേഷനിൽ നടന്ന കാര്യങ്ങൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ സ്ട്രൈക്ക് ചെയ്തുകൊണ്ടിരുന്നാൽ ഈ വിദ്യാർത്ഥികളുടെ ഭാവി എന്തായിരിക്കും? അതുകൊണ്ട് തന്നെയല്ലേ കേരളത്തിൽ എവിടെയാ ജോലികളുള്ളത്? എല്ലാവരും കേരളം വിട്ടു പോയിട്ട് വേറെ സംസ്ഥാനത്തിൽ ജോലി തേടിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഇവിടെ ഒരു എംപ്ലോയ്മെന്റ് ഇല്ല, ഇവിടെ ഒരു ഇൻഡസ്ട്രിയും ഇല്ല, ഒരു പ്രൊഫഷനും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് കേരള സംസ്ഥാനത്തിന്റെ വിദ്യാർത്ഥികൾ എന്താ ചെയ്യണം? ക്യാമ്പസിൽ സ്ട്രൈക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു കൾച്ചറിന്റെ അഗെയിൻസ്റ്റ് ആണ് പറഞ്ഞത്. എന്ത് ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണ്? നീതി ആയോഗിൻ്റെതടക്കം, ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ അടക്കം കേന്ദ്രത്തിന്റെ വിവിധ തരത്തിലുള്ള ദേശീയ തലത്തിലെ ഏജൻസികളുടെ വാക്കുകൾ പ്രകാരം വിദ്യാഭ്യാസ കാര്യത്തിൽ ലോക നിലവാരം, ആരോഗ്യകാര്യത്തിൽ ലോക നിലവാരം, തൊഴിലിൻ്റെ കാര്യത്തിൽ ലോക നിലവാരം, കൂലിയുടെ കാര്യത്തിൽ ലോക നിലവാരം, BJP ഭരിക്കുന്ന UP-യിൽ നിന്നും ബീഹാറിൽ നിന്നും അടക്കം തൊഴിലാളികൾ ഇവിടെ എത്തുന്നത് ദിവസക്കൂലി ഇവിടെ കൂടുതലായതുകൊണ്ടാണ്. ഈ അർത്ഥത്തിൽ ഇവിടെ നിന്ന് കുട്ടികൾ വിദേശത്ത് പോകുന്നത് അവരുടെ മാൻ പവർ അത്ര കണ്ട് എഫിഷ്യൻ്റ് ആയിട്ടാണ്. ആ രീതിയിലാണ് പ്രാഥമിക വിദ്യാഭ്യാസവും ഉന്നത വിദ്യാഭ്യാസവും അവർക്ക് കൊടുക്കുന്നത്. അത് വിദേശ നാണ്യമാണ്. ഇങ്ങനെയൊക്കെ വസ്തുതയിരിക്കെ താങ്കൾ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയെ ആശ്രയിച്ച് ഇങ്ങനെ ഒരു ചർച്ചയിൽ പറയരുത്, അത് തെറ്റാണ്. അത് ഒരിക്കലും ഞാൻ ആക്സെപ്റ്റ് ചെയ്യില്ല. വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റി നിങ്ങളാണ് പഠിച്ച് പറയണത്. ഇത് താങ്കൾ കേന്ദ്ര ഏജൻസികളുടെ കണക്ക് നോക്കൂ, ഞാൻ എണ്ണി അങ്ങോട്ട് പറഞ്ഞു തരാം. എക്കോണമി ആയിട്ട് മാറുകയാണ്. വേൾഡ് ബാങ്കിന്റെ റിപ്പോർട്ട് അടിസ്ഥാനത്തിലാണ് ഞാൻ പറയണത്. ഇന്ത്യ ഒരു ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എക്കോണമിയാണ്. വേൾഡിൽ തന്നെ ഒരു മോഡൽ സൃഷ്ടിച്ച ഒരു ഗവർണൻസ് ആണ്. റിസർവ് ബാങ്കിന്റെ ഹാൻഡ് ബുക്കിൽ പറയുന്നത് എന്താണ്? റിസർവ് ബാങ്കിന്റെ ഏറ്റവും ഒടുവിലത്തെ കണക്കിൽ ഏറ്റവും കൂടുതൽ കൂലി ലഭിക്കുന്നത് കേരളത്തിലാണ്. താങ്കൾ അത് കണ്ടില്ലേ? ഫാസ്റ്റായി ഗ്രോയിങ് ഇന്ത്യൻ എക്കണോമി ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യുന്നു പറയുമ്പോൾ തന്നെ ദരിദ്രരേഖയ്ക്ക് താഴെയാണ് 50%-ലധികം പേർ. ഇന്ത്യയുടെ 80%-ഓളം എക്കണോമിയും അല്ലെങ്കിൽ അതിന്റെ സമ്പത്തും അതിന്റെ മോണിറ്ററിയും എത്തുന്നത് ആർക്കാണ്? വളരെ ചുരുക്കം ചിലർക്കാണ്. ഇതാണ് കണക്കുകൾ. വിനീത മാം എവിടെ നിന്നാണ് ഈ ഫാക്ച്വൽ എററുകൾ പറയുന്നത്? എന്നിട്ട് താങ്കൾക്കത് തെറ്റാണെന്ന് പോലും ധാരണയില്ലേ? നിങ്ങൾക്ക് എവിടുന്നാണ് ഈ ഫാക്ച്വൽ എറേഴ്സ് കിട്ടുന്നത്? നിങ്ങൾ കേന്ദ്ര ഏജൻസികളുടെ കണക്ക് നോക്കൂ വിനീത മാം. ദയവായി നിങ്ങൾ കേന്ദ്ര ഏജൻസികളുടെ കണക്ക് നോക്കൂ. കേന്ദ്ര ഏജൻസികളുടെ, മറ്റൊന്നുമല്ല, കേന്ദ്ര ഏജൻസികളുടെ തന്നെ കണക്ക് നോക്കൂ. നീതി ആയോഗിന്റെ കണക്കെടുക്കൂ താങ്കൾ. ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കെടുക്കൂ.
പിന്നീട് റിസർവ് ബാങ്ക് അടക്കം പറഞ്ഞ ഇവിടുത്തെ കൂലിയുടെ കാര്യത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൂലി ലഭിക്കുന്നത് ഏത് സംസ്ഥാനത്താണ്? Can I പറയൂ talk? വിനീത. അത് തന്നെയാണ് ഇവിടെ സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞ ഒരു അവസ്ഥയാണ് കേരളത്തിൽ ഇരിക്കുന്നത്. ലേബറേഴ്സ്, ഇത് എഡ്യൂക്കേറ്റഡ് ആൾക്കാർ ഇവിടുന്ന് പുറത്തു പോകുന്നു, അൺഎഡ്യൂക്കേറ്റഡ് മൈഗ്രന്റ് ലേബറേഴ്സ് ഇവിടെ വരുന്നു, ഒരുപാട് പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നു, കൾച്ചറൽ ഡിഫറൻസസ് ഉണ്ടാവുന്നത്. ഞാനൊരു കാര്യം ചോദിക്കുന്നു, ഇവിടെ നിന്ന് വിദേശത്തേക്ക് പോകുന്നത് വിദേശ നാണ്യമല്ലേ? ലേബറേഴ്സ് ആയതുകൊണ്ടല്ലേ, ഇവിടുത്തെ മാൻ പവർ എഫിഷ്യന്റ് ആയതുകൊണ്ടല്ലേ വിനീത? അല്ലെങ്കിൽ എങ്ങനെയാണ് അവർക്ക് വിദേശത്ത് പോകാനാകുന്നത്? മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഇവിടെ എന്തിനാണ് തൊഴിലെടുക്കാൻ വരുന്നത്? ഇവിടെ കൂലി കൂടുതലായതുകൊണ്ടല്ലേ വിനീത? ഓക്കെ, പക്ഷെ ഇത് നമ്മൾ പിന്നെ എഡ്യൂക്കേറ്റഡ് ആൾക്കാർ നമ്മൾ പുറത്ത് ഈ കൂലി പറയുന്ന ആൾക്കാർ നിങ്ങൾ അവരുടെ ഒരു അവസ്ഥ പോയി നോക്കൂ. ആലുവയിലെ ലേബർ ക്യാമ്പ്സിൽ പോയി നോക്കൂ, അവരുടെ ഒരു അവസ്ഥ, ഇൻഫ്രാസ്ട്രക്ചർ ഇഷ്യൂസ് നോക്കൂ. മറ്റ് സംസ്ഥാനങ്ങളിൽ താങ്കൾ പോകാത്തതുകൊണ്ട് അവർ വരുന്നത് എവിടെ നിന്നാണ് വിനീത? അവരെവിടെ നിന്നാണ് വരുന്നത്? അവരെവിടെ നിന്നാണ് വിനീത വരുന്നത്? വിനീത അവരെവിടെ നിന്നാണ് വരുന്നത്? അവരെവിടെ നിന്നാണ് വരുന്നത്? വിനീത അവരെവിടെ നിന്നാണ് വരുന്നത്? റെക്കോർഡ് ബ്യൂറോയുടെ കണക്ക് നോക്കുക കേരള ഒരു അൺസേഫ് പ്ലേസ് ആയിട്ട് മാറുന്നുണ്ട്. തെറ്റാണ് താങ്കളുടെ കണക്കുകൾ. ഇല്ല, ഒരിക്കലും ഇല്ല. ഏറ്റവും കൂടുതൽ ഡ്രഗ്സ് ഉപയോഗിക്കുന്നത് എവിടെയാണ്? ഏറ്റവും കൂടുതൽ കച്ചവടം ചെയ്യുന്നത് എവിടെയാണ്? ഏറ്റവും കൂടുതൽ ഡ്രഗ് കേസുകൾ പിടികൂടി അവിടുത്തെ ക്രിമിനലുകൾക്ക് ശിക്ഷ ഉറപ്പാക്കുന്ന സംസ്ഥാനം ഏതാണ്? താങ്കൾ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ എടുത്ത് പരിശോധിക്കൂ. വെറുതെ ചർച്ചയിൽ സമയം കളയരുത്. ശ്രീ വിനീത, നമുക്ക് അതിന്റെ താങ്കൾ പറയുന്ന വസ്തുത വിരുദ്ധമാണ്. ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ താങ്കൾ പരിശോധിക്കാതെ എന്റെ കയ്യിലുണ്ട്. എന്റെ കയ്യിൽ ഇതുമായി ബന്ധപ്പെട്ട രേഖകളൊക്കെ ഉണ്ട്. അത് ഞാൻ താങ്കൾക്ക് വേണമെങ്കിൽ അയച്ചു തരാം. അതിനുള്ള സമയം ഈ ചർച്ചയിൽ ഇല്ലാത്തതുകൊണ്ടാണ്. വെറുതെ സമയം കൊല്ലരുത്. ഞാൻ ചോദിക്കുന്നത്, ഉന്നത വിദ്യാഭ്യാസ മേഖലയെ പ്രതിസന്ധിയിലാക്കുന്ന ഗവർണറുടെ ചട്ടുകമാകുന്ന വി സി ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ ഒരു പ്രശ്ന പരിഹാരത്തിലേക്കാണോ വി സിയുടെ താല്പര്യം? അതാണോ വാർത്താ സമ്മേളനത്തിൽ പ്രതിഫലിച്ചത്? ഒരിക്കലുമല്ല. ഇപ്പൊ ഈ ഭാരതമ്മയുടെ പിക്ചറിനെ കുറിച്ച് പറഞ്ഞു. ഇത് ടാഗോറിന്റെ നെവ്യൂ വരച്ച ഒരു പിക്ചറിന്റെ ഇൻസ്പിറേഷൻ ആണ് ഭാരതമ്മയുടെ പിക്ചർ. സിമ്പിൾ ആണ് ഇത്. ഹിന്ദുയിസമിന്റെ സിമ്പിൾ അല്ല, ഒരു റിലിജന്റെ സിമ്പിൾ അല്ല. ഇത് ഇറ്റ്സ് നോട്ട് എ ഹിന്ദുയിസം. എവിടെയാ വരണത് ഇതില്? ഹിന്ദുയിസം എന്ന് പറഞ്ഞ വാക്ക് എവിടെയാ വരണത് ഇതില്? ഈ രവീന്ദ്രനാഥ് ടാഗോറിന്റെ നെവ്യൂന്റെ പെയിന്റിങ്ങിനെ ഇൻസ്പയർ ചെയ്ത ഒരു പെയിന്റിംഗ് ആണ്. ആരാണ് വരച്ചത്? ഞാനൊന്ന് ചോദിച്ചോട്ടെ? മാഡം വിനീത പറഞ്ഞതായിട്ടുള്ള ആ ചിത്രത്തെ സംബന്ധിച്ചൊരു കാര്യം, മണ്ണിലുള്ളത് കർഷകരാണ്, അജിംഷാദ്, ഇത്രയേ ഉള്ളൂ എന്റെ ചോദ്യം. ആ സ്ത്രീയുടെ ഭാരതാംബ എന്ന് അവർ പറയുന്നത്, ഞാൻ ആ സ്ത്രീ എന്ന് പറഞ്ഞതില് അവരുടെ കയ്യിലുള്ളതായ ശൂലവും മറ്റു ആയുധങ്ങളൊക്കെ ഇരിക്കട്ടെ, അവരുടെ കയ്യിലുള്ളതായ പതാക പച്ച നിറത്തിലായിരുന്നുവെങ്കിൽ അവരെന്ത് പറയും? അതാണ് ചോദ്യം. അതല്ലല്ല, ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണോ നിങ്ങൾക്ക് ഒരു ഉദ്ദേശം? അതായത് ഈ വനിതയുടെ കയ്യിലിരിക്കുന്ന പതാക ആരുടേതാണ്, എവിടുത്തതാണ്? അതാണ് ചോദിച്ചത് സമ്പത്ത്. സിമ്പിൾ. അത് ആരാ വരച്ചതെന്നൊന്ന് പറഞ്ഞാൽ മതി. അതിനൊരു ക്രിയേറ്റർ ഉണ്ടാവണമല്ലോ, ഒരു ആർട്ടിസ്റ്റ് ഉണ്ടാവണമല്ലോ. ഈ പറയുന്നതിനകത്ത് ആരാ വരച്ചത് ഒന്ന് പറഞ്ഞേ. ആ ഒരു ഒറിജിൻസിനെ കുറിച്ച് സമ്പത്തിയാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞല്ലോ, ഇതിനൊരു ഒറിജിൻ ഉണ്ട്. ഇതിനൊരു ഹിസ്റ്ററി. ഈ പറയുന്ന ഈ ഒരു ഇതാണ് ഭാരതാംബയുടേതായ ചിത്രം, ബംഗമാതാവിന്റെ ചിത്രം, ഭാരതാംബയുടെ ചിത്രമായി അക്കാലത്ത് ഉപയോഗിച്ചത്. അന്ന് പറയുന്നതല്ല. ഭാരതാംബയുടെ പിക്ചറിനെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാനില്ല. ശരി, ഭാരതാംബയുടെ പറയണ്ട. ഞാൻ ഇനി കാതലായ ചോദ്യങ്ങളെ ഒന്നും അഡ്രസ് ചെയ്യാതെ ഫാക്ച്വൽ എററിലേക്ക് കൊണ്ടുപോയി ഈ വിഷയത്തിന്റെ സമയം കളയുക മാത്രമാണ് താങ്കൾ ചെയ്തത്. നിർഭാഗ്യകരം. താങ്കൾ തുറന്നു പറഞ്ഞോട്ടെ. എന്തായിരുന്നാലും ശ്രീ സമ്പത്ത് മറുപടി.
മാഡം ശ്രീമതി വിനീത ഹരിഹരൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആ മാന്യ വനിത എൻ്റെ പ്രിയപ്പെട്ട സഹോദരി പറഞ്ഞ കാര്യങ്ങൾ അത് മുഖവിലേക്ക് തന്നെ എടുക്കാൻ നമുക്ക് ചർച്ചകൾ നടത്താം. കാരണം ഇക്കാര്യങ്ങളിലെല്ലാം എപ്പോഴും സ്വാമി വിവേകാനന്ദനോട് ശ്രീരാമകൃഷ്ണ പരമഹംസൻ തന്നെ പറഞ്ഞിട്ടുള്ളത് പോലെ നാം നിൻ്റെ ഗുരുവാകണമെങ്കിൽ നീ നിനക്ക് 4 അവകാശങ്ങൾ അധികാരങ്ങൾ ഉണ്ട് എന്ന് സമ്മതിക്കണമെന്ന്. എങ്ങനെ? യു ഹാവ് എ റൈറ്റ് ടു ഡൗട്ട്, യു ഹാവ് എ റൈറ്റ് ടു ഡിസ്കസ്, യു ഹാവ് എ റൈറ്റ് ടു ഡിബേറ്റ്, യു ഹാവ് എ റൈറ്റ് ടു ഡിസെൻഡ് എന്നുള്ളത്. ഈ 4 കാര്യങ്ങൾ സമ്മതിക്കണം. അങ്ങനെയാണ് നരേന്ദ്രൻ എന്ന കുട്ടി ശ്രീരാമകൃഷ്ണ പരമഹംസൻ്റെ ശിഷ്യനായത്. ഇവിടെ താങ്കൾ പറഞ്ഞ കാര്യങ്ങളോട് കേരളീയരെക്കുറിച്ച് ചില കാര്യങ്ങളൊക്കെ ഒരു മലയാളിയാണെങ്കിലും ചില കാര്യങ്ങൾ അടച്ചാക്ഷേപിച്ച് പറയുന്നത് പോലെ എനിക്ക് തോന്നി. ഇത് ഇന്നത്തെ കേരളത്തിലെ ഗവർണർ ശ്രീ ആർലേക്കറുടെ രാജ്ഭവൻ്റെ മുന്നിൽ വെച്ച് ഞാൻ ഇന്നുച്ചക്കെടുത്തതായ ഒരു ചിത്രമാണ് ഈ സ്ത്രീയുടെ ചിത്രം. നിങ്ങൾ ഈ സ്ത്രീ അവിടെ തന്നെ ഉണ്ടാവും. ഈ സ്ത്രീയോട് ഇവരോടൊപ്പം ഉണ്ടായിരുന്നവരോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ എവിടെ നിന്നാണ് വന്നത് എന്നത് ചോദിച്ചതിന് അവർ പരുക്കനായ ഹിന്ദിയിൽ അവർ പറഞ്ഞത് UP-യിൽ നിന്നാണ് വന്നത് എന്നാണ്. ഏതോ ഒരു ഗ്രാമത്തിൻ്റെ പേര് പറഞ്ഞു, എനിക്ക് മനസ്സിലായില്ല. ഈ കേരളത്തിൻ്റെ ഭരണഘടനാ തലവനെന്ന് പറയുന്ന ആ ഗവർണറുടെ രാജ്ഭവൻ്റെ മുന്നിൽ ഈ നമ്മൾ വാഹനത്തിൽ യാത്ര ചെയ്യുന്നവർ അവിടെയെല്ലാം ആ സിഗ്നൽ ലൈറ്റ് ഒന്ന് പച്ചയാകണമേ എന്ന് ആഗ്രഹിച്ച് നിൽക്കുമ്പോൾ ഇത് ചുവപ്പായിരിക്കണമേ എന്ന് ആഗ്രഹിക്കുന്ന കൂട്ടത്തിലുള്ള ഒരു സ്ത്രീ, ഒരു വൃദ്ധയായ ഒരു സ്ത്രീയുടേതായ പോലെയാണ് നമുക്ക് തോന്നുന്നത്. എന്താ ഇങ്ങനെ ഈ വിൻഷീൽഡിൽ തട്ടിയിട്ട് ഭിക്ഷ യാചിക്കുന്നതിന് വേണ്ടി? മാഡം, ഒരു മലയാളിയെ അങ്ങേക്ക് കാണിച്ചു തരാമോ? ഉത്തരേന്ത്യയിൽ എവിടെയെങ്കിലും ഒരു മലയാളി കുട്ടിയോ ഒരു മലയാളി സ്ത്രീയോ ഒരു മലയാളി പുരുഷനോ ഒരു മലയാളി വാർദ്ധക്യം ബാധിച്ച ഒരാളോ എവിടെയെങ്കിലും സിഗ്നൽ ലൈറ്റുകളിൽ ജംഗ്ഷനിൽ ചെന്നിട്ട് അങ്ങനെ ഈ വിധത്തിൽ ഭിക്ഷ യാചിക്കുന്നതായി ഒരാളിനെ കാണിച്ചു തരാൻ നിങ്ങൾക്ക് കഴിയുമോ? കഴിയില്ല. അവർ അധ്വാനിക്കാനാണ് പോയിട്ടുള്ളത്, അവർ പഠിക്കാനാണ് പോയിട്ടുള്ളത്, അവർ ജോലി ചെയ്യാനാണ് പോയിട്ടുള്ളത്, അവർ ആ നാടുമായി ഇഴുകിച്ചേർന്നാണ് അവർ അത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. ഇതാണ് വികസിത ഭാരതം എന്ന് നിങ്ങൾ പറയുന്നതെങ്കിൽ കേരളത്തിന് ഇങ്ങനെയുള്ള വികസിത ഭാരതം വേണ്ട മാഡം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. 2, ഇവിടെ ചില കാര്യങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ അജിംഷാദ് ചോദിച്ചതിൻ്റെ ഒരു കാര്യം ഞാൻ അത് മാത്രം പറഞ്ഞെങ്കിൽ നിർത്താം. നമ്മൾ ഈ ചർച്ചയിൽ അത് നാട്ടുകാരൊന്നും അറിയണമല്ലോ. ഈ ഇൻകം ഇന്നെക്വാലിറ്റി റിപ്പോർട്ട് എന്ന് പറഞ്ഞ റിപ്പോർട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ പ്രസിദ്ധീകരണങ്ങളിൽ വരുന്നതാണ്. ഏറ്റവും ഒടുവിലത്തെ വേൾഡ് ഇന്നെക്വാലിറ്റി റിപ്പോർട്ടിൽ അതിനകത്ത് പറയുന്നത്, ഞാൻ കോട്ട് ചെയ്യുകയാണ്, ഇന്ത്യ ഈസ് എമംഗ് ദ മോസ്റ്റ് അൺഈക്വൽ കൺട്രീസ് ഇൻ ദ വേൾഡ്. അതിൽ പറയുകയാണ് ഏറ്റവും മുകളിലുള്ള 10% ആളുകളുടെ കയ്യിൽ ഇന്ത്യയിലെ 57% സമ്പത്ത് കുന്നുകൂടിയിട്ടുണ്ട്. ഏറ്റവും മുകളിലുള്ള ആ പിരമിഡിൻ്റെ മുകളിലുള്ള വെറും 1% ആളുകളുടെ കയ്യിൽ ഇന്ത്യയിലെ മൊത്തം സമ്പത്തിൻ്റെയും ആസ്തിയുടെയും 22% അങ്ങനെ എത്തിയിട്ടുണ്ട്. ഏറ്റവും താഴേക്കിടയിലുള്ള 50% ആളുകളുടെ കയ്യിലേക്ക് വെറും 13% ഇൻകവും അസറ്റും മാത്രമേ ഉള്ളൂ. നമ്മളെപ്പോഴും പറയുകയാണ് വികസിത ഭാരതത്തെക്കുറിച്ച്. കയറിക്കിടക്കാൻ കിടപ്പാടമുള്ളവരെയും ആ കിടപ്പാടത്തെ അന്വേഷിച്ച് ബുൾഡോസറുകൾ വരാത്തതുമായിട്ടുള്ള ഒരു സംസ്ഥാനത്താണ് ഇതെല്ലാം പറയുന്നത് എന്നുള്ള കാര്യം കൂടി നമ്മൾ ആലോചിക്കണം. ഒരു വർഗീയ സംഘടനകളും കഴിഞ്ഞ 9 കൊല്ലമായി അത്തരത്തിൽ ഉണ്ടാവാത്തതായ ഒരു സംസ്ഥാനത്തെക്കുറിച്ചാണ് ഇതെല്ലാം പറയുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് അറിയണം. എല്ലാ കുട്ടികളും സ്കൂളിൽ പോകുന്ന ഒരു നാടിനെക്കുറിച്ചാണ് ഇതെല്ലാം പറയുന്നത് എന്നുള്ളതിനെക്കുറിച്ച് അറിയണം. അപ്പോൾ ഈ കേരളത്തെ ആക്ഷേപിക്കാൻ വല്ലാത്തതായിട്ടുള്ള അത്തരത്തിൽ ചില ആളുകൾക്ക് വല്ലാതെ അതിനുള്ളൊരു ത്വരയുണ്ടെങ്കിൽ ആ ത്വര അവരുടേതായിട്ടുള്ള അതവർ ആസ്വദിച്ചോട്ടെ, അതിൽ വേറൊന്നും പറയാനായിട്ടില്ല. കേരളത്തിൻ്റേതായൊരു മഹത്വമുണ്ട്, അത് മനുഷ്യത്വത്തിൻ്റെ മഹത്വമാണ്. ഞാൻ ഭക്ഷണം കഴിക്കുമ്പോൾ അടുത്ത വീട്ടിലെ കുട്ടികൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുന്നത് COVID-19 മഹാമാരിയുടെ കാലത്ത് മാത്രമല്ല, എല്ലാ വൈതരണികളിലും കേരളത്തിൽ അത്തരത്തിൽ ജനങ്ങൾ അങ്ങനെയാണ് ചെയ്തത്. ഇപ്പോഴും അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ജാതിയും മതവും വർണ്ണവും ലിംഗവും ഭാഷയും ഒന്നും അല്ല പ്രശ്നം, മനുഷ്യത്വമാണ് പ്രശ്നം. അറിയുമല്ലോ, നമ്മൾ നിമിഷപ്രിയയുടെ കാര്യത്തിൽ ഇവിടെ ചർച്ച ചെയ്യുമ്പോഴും അവിടെ UP-യിൽ ഒരു 33 വയസ്സുകാരി പെൺകുട്ടി തൂക്കുകയറിലേക്ക് നടന്നു പോകേണ്ടി വന്ന ഗതികേട് ആ കുട്ടി പിന്നീട്, കുട്ടിയെന്ന് ഞാൻ പറയുന്നത് ക്ഷമിക്കണം, 33 വയസ്സുള്ളൊരു പെൺകുട്ടിയെക്കുറിച്ചാണ് ആ കുടുംബത്തിൻ്റെ ഏക ആശയം. വധശിക്ഷയ്ക്ക് വിധേയമാക്കിയതിന് ശേഷം വീട്ടുകാരെ അറിയിച്ച നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് ഉണ്ട്, നമിക്കണം അവരെ. തീർച്ചയായും. വിനീത, നമ്മൾ വൈൻഡപ്പിലേക്ക് പോവുകയാണ്. അവസാന ഘട്ടം. ഭാരതാംബയോ അതൊക്കെ വിടൂ. ഒറ്റ കാര്യം, ഈ യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ച് ഉള്ള അതോറിറ്റി സിൻഡിക്കേറ്റാണ്. ആ സിൻഡിക്കേറ്റ് യോഗം വിളിക്കുന്നതാണ്. VC-ക്ക് ഒരു നിലപാടെടുത്താൽ പോലും അത് അടുത്ത സിൻഡിക്കേറ്റ് യോഗത്തിൽ ചർച്ച ചെയ്യണം എന്ന് ആവർത്തിച്ച് പറഞ്ഞ ആളാണ് സിസയെ ഉപയോഗിച്ച് അത് ചർച്ച ചെയ്യാതെ മറികടക്കാൻ ശ്രമിച്ചത്. സബ് ജുഡീഷ്യൽ ആണെന്നൊക്കെ പറഞ്ഞ് കോടതിയുടെ പരിധിയിലുള്ളതാണ് എന്നൊക്കെ പറഞ്ഞ് തള്ളിവിടുമ്പോഴും അദ്ദേഹം പറയുന്നുണ്ട് താൻ എടുക്കുന്ന തീരുമാനം അല്ലെങ്കിൽ VC ആയിട്ടുള്ള ആളെടുക്കുന്ന തീരുമാനം സിൻഡിക്കേറ്റിൽ പിന്നീട് ചോദ്യം ചെയ്യാം. VC-ക്ക് തീരുമാനമെടുക്കാം, പക്ഷേ അത് സിൻഡിക്കേറ്റിൻ്റെ യോഗത്തിൽ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കണം. ആ കാര്യങ്ങളിലെല്ലാം ലംഘനം നടന്നു. ആരാണ് സർവകലാശാലയെ സംബന്ധിച്ച്
ഈ കാര്യത്തിൽ അൾട്ടിമേറ്റായ വാക്ക് പറയേണ്ടത്? ഈ പ്രതിസന്ധി പരിഹരിക്കാൻ സിൻഡിക്കേറ്റ് യോഗം വിളിക്കണ്ടേ? ഈ വിഷയത്തിലുള്ള താങ്കളുടെ നിലപാട് ഷാർപ്പായി പറയും. തീർച്ചയായിട്ടും പറയാം. ഇതിന്റെ മുമ്പ് ഞാൻ ഒരു ഫാക്ട് എനിക്ക് തിരുത്താനുള്ളതുണ്ട്. അത് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ് അല്ല, ഈ വിഷയത്തിലേക്ക് വരും. ആ ഫാക്ടുകളെ സംബന്ധിച്ച് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്താണ്. ഈ വിഷയത്തിലേക്ക് ഒന്ന് ഫോക്കസ് ചെയ്തില്ല താങ്കൾ. അല്ല, ഇത് പറയാണ്ട് പറ്റില്ല എനിക്ക്. അല്ല, ഇത് പറയാണ്ട് പറ്റില്ല. ബിക്കോസ് ഇത് ഐ വിൽ നോട്ട് ഡു ജസ്റ്റിസ് ടു മൈ റോൾ ഇഫ് ഐ ഡോണ്ട് ടെൽ ദിസ് ഓൺ ടി വി. 25.5 ആണ് ജിനി കോഎഫിഷ്യന്റ്, 4th ആണ് ഗ്ലോബലി. ആഫ്റ്റർ 3-4 കൺട്രീസ് നമ്മൾ 4th റാങ്കിങ് ആണ് ഗ്ലോബലി. ഇനി ഇൻകം ഇക്വാലിറ്റിയിൽ ഗ്ലോബലി 4th റാങ്ക് ആണ്. അത് വേൾഡ് ബാങ്കിന്റെ റിപ്പോർട്ട് പ്രകാരമാണ്. അത് സ്റ്റാൻഡ് കറക്റ്റഡ്, ഫാക്ട് സ്റ്റാൻഡ് കറക്റ്റഡ്. പിന്നെ യൂണിവേഴ്സിറ്റിയുടെ കാര്യം നിങ്ങൾ പറയുകയാണെങ്കിൽ അത് യൂണിവേഴ്സിറ്റിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പ്രകാരം തെറ്റല്ല. വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റി ഞാനല്ല പഠിക്കുന്നത്, നിങ്ങളൊക്കെ വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റി ഇൻഫർമേഷൻ കിട്ടുന്നത് ഇതൊരു ഔട്ട്ഡേറ്റഡ് വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റിയിലാണ് പറയുന്നത്. അല്ല, ഞാൻ സംസാരിക്കുമ്പോൾ ഒന്നും നിങ്ങൾ സംസാരിക്കാൻ സമ്മതിച്ചില്ല. നിങ്ങൾ ഒരിക്കലും സംസാരിക്കാൻ സമ്മതിച്ചിട്ടില്ല. ഓൾ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് റോങ് ആയിട്ടാണ് നിങ്ങൾ ഡെപിക്ട് ചെയ്തത്. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ അല്ല, പക്ഷെ നിങ്ങളാണ് വായിച്ചു നോക്കൂ മാം, വായിച്ചു നോക്കൂ. ഇതൊക്കെ പ്രേക്ഷകർക്ക് അറിയുന്ന കാര്യങ്ങളല്ലേ. നമുക്ക് ഈ യൂണിവേഴ്സിറ്റി വിഷയത്തിലേക്ക് എത്താം. നിങ്ങൾ വായിച്ചു നോക്കൂ, നിങ്ങളും ആദ്യം വായിച്ചു നോക്കൂ. ഞാൻ നിങ്ങളുടെ നമ്പർ എക്സ്ചേഞ്ച് ചെയ്തിട്ട് ഞാൻ ഐ വിൽ സെൻഡ് യു ഓൾ ദി ഡീറ്റെയിൽസ്. അതിന് നമുക്കൊരു ചർച്ച ആ ഡീറ്റെയിൽസ് ആയിട്ട് നിങ്ങൾ തിരുത്തണം. ഈ ഒരു വാക്കുകൾ നിങ്ങൾ പറഞ്ഞത് വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റി എന്നാണ് ഞാൻ പഠിച്ചത്. അത് താങ്കൾ ഡാറ്റ പരിശോധിക്കൂ. താങ്കൾ ഡാറ്റ പരിശോധിച്ചു നോക്കൂ. ഞാൻ വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റി വിഷയങ്ങളിൽ താങ്കൾ നിങ്ങളുടെ ഡേറ്റ പരിശോധിക്കൂ. നിങ്ങളുടെ ഡേറ്റ പരിശോധിക്കൂ. ഞാൻ നിങ്ങൾക്ക് ഈ ഡേറ്റ ഒക്കെ ഞാൻ നിങ്ങൾക്ക് അയക്കാം. എന്നിട്ട് നിങ്ങൾ ഈ വേറൊരു ഷോ നടത്തണം. ഈ ഒരു വിഷയത്തിൽ തന്നെ ഈ ഒരു ഷോ താങ്കളുടെ സമയം പൂർത്തിയായി. ശ്രീ എം ജയചന്ദ്രൻ, ഈ വിഷയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാതലായ വിഷയം സിൻഡിക്കേറ്റിന്റെ അധികാരത്തെ സംബന്ധിച്ചാണ്. സിൻഡിക്കേറ്റ് യോഗം അത് VC ആവർത്തിച്ച് അംഗീകരിക്കുന്ന വേളയിലാണ് സിസയെ ഉപയോഗിച്ച് ചെയ്തതിൽ അടക്കമുള്ള ചട്ടവിരുദ്ധതയെ പുള്ളി അംഗീകരിക്കുന്നു മറ്റൊരു വാക്കിൽ. എന്നിട്ടാണ് അദ്ദേഹം ഈ സിൻഡിക്കേറ്റ് യോഗത്തെ സംബന്ധിച്ച് ഒഴിഞ്ഞു മാറുന്നത്. എന്താണ് ഇതിൽ താങ്കൾക്ക് പ്രതികരിക്കാനുള്ളത്? ഒപ്പം BJP വക്താവിനുള്ള മറുപടിയും ചുരുക്കി. ഒറ്റക്കാര്യം പ്രത്യേകിച്ചും ശ്രീമതി വിനീത ഹരിഹരൻ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട 2 തെറ്റുകളുണ്ട്, ഇൻകറക്റ്റ് ഫാക്ട്സ് ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് അവർ സ്റ്റുഡൻസ് മൈഗ്രേഷൻ വിദേശ രാജ്യങ്ങളിലേക്ക്, അതിന് കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിൽ അവരുമായിട്ട് ടൈപ്പിൽ ഒരു റിപ്പോർട്ട് ഉണ്ട്, ചെയ്യുന്നതാണ് പതിവായിട്ട്. അതിൻ്റെ പേര് തന്നെ ബിയോണ്ട് ബഡ്സ് ആൻഡ് ബൗണ്ടറീസ് ഇന്ത്യൻ സ്റ്റുഡൻറ്റ് മൊബിലിറ്റി റിപ്പോർട്ട് എന്നാണ് അതിൻ്റെ പേര് തന്നെ. ബിയോണ്ട് ബഡ്സ് ആൻഡ് ബൗണ്ടറീസ് ഇന്ത്യൻ സ്റ്റുഡൻസ് മൊബിലിറ്റി റിപ്പോർട്ട്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ വെർഷൻ വന്നിരിക്കുന്നത് 2023 അതിലെ കണക്ക് മാത്രം എളുപ്പം, വളരെ ചുരുങ്ങിയ കണക്കുകൾ. അതിൽ പറയുന്നത് വിദ്യാർത്ഥികളുടെ മൈഗ്രേഷനിൽ ഇന്ത്യയിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന 7 സംസ്ഥാനങ്ങൾ. ആ 7 വേറൊരു കാര്യമാണ്. അതുകൊണ്ട് അതിൽ ഏറ്റവും ഒന്നാമത് 12% പഞ്ചാബ്, 2 ആന്ധ്രാപ്രദേശും തെലുങ്കാനയും കൂടെ ചേർന്ന് 12%, മഹാരാഷ്ട്ര 12%, ഗുജറാത്ത് 8%, ഡൽഹി 8%, തമിഴ്നാട് 8%, കർണാടക 6%. ഇതിലെവിടെയും കേരളമില്ല. ഈ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളിലും അവർ പറഞ്ഞത് വസ്തുതാവിരുദ്ധമാണ് ശ്രീമതി വിനിത ഹരിഹരൻ. അത് നമുക്ക് തെളിയിക്കാൻ നിരവധി ഡാറ്റകളുണ്ട്. പക്ഷേ അഡ്രസ് ചെയ്യാൻ അവർ തയ്യാറാകുന്നില്ല. നമുക്ക് ഈ വിഷയത്തിലേക്ക് വന്നാൽ എല്ലാ സ്റ്റേറ്റിലും കൂടെ അതൊന്ന്. രണ്ടാമത് 35 ലക്ഷം പേരാണ് കേരളത്തിൽ താമസിക്കുന്ന മൈഗ്രൻ്റ് വർക്കേഴ്സ്. അതിൽ ഒരു ഫാമിലിയെങ്കിലും കേരളത്തിൽ തങ്ങൾ ബുദ്ധിമുട്ടിയാണ് ജീവിക്കുന്നതെന്ന് പറയുന്ന ഒരു ഫാമിലി, 35 ലക്ഷം പേരുടെ തൊഴിൽ വകുപ്പിൻ്റെ ഔദ്യോഗിക കണക്കാണ് ഞാൻ പറയുന്നത്, സംസ്ഥാന തൊഴിൽ വകുപ്പിൻ്റെ. ഒറ്റ ഫാമിലി 35 ലക്ഷം പേരിൽ മൈഗ്രൻ്റ് ലേബേഴ്സിലെ ഒരു ഫാമിലിയെ നിങ്ങൾക്കൊന്ന് പറയിപ്പിക്കാമോ ഞങ്ങളിവിടെ ബുദ്ധിമുട്ടിയാണ് ജീവിക്കുന്നതെന്ന്? എത്ര നിസ്സാരവും നിർദ്ദയവുമായിട്ടാണ് താങ്കൾ സ്വന്തം മാതൃ സംസ്ഥാനത്തെക്കുറിച്ച് ഇങ്ങനെ നുണ പറയുന്നത്? ഇല്ലാ കഥ വിളമ്പുന്ന എന്തിനാണ് ഇങ്ങനെ പറയുന്നത്? പിന്നെ താങ്കളുടെ ചോദ്യത്തിലേക്ക് വന്നാൽ അജിംഷാദെ, ഇത് ഈ യൂണിവേഴ്സിറ്റി ആക്ടിൻ്റെ 10(13), 10(14) അതിൽ തന്നെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്താണ് ഇദ്ദേഹത്തിൻ്റെ അധികാരം. VCയുടെ അദ്ദേഹത്തിന് രജിസ്ട്രാർ സസ്പെൻഡ് ചെയ്യാൻ യാതൊരു അധികാരവുമില്ല. ഇല്ലാത്ത അധികാരം പ്രയോഗിച്ചാൽ
അത് കയ്യും കെട്ടി നോക്കിയിരിക്കും ആരെങ്കിലും? അതാണ് ചെയ്തത്. ഈ യൂണിവേഴ്സിറ്റി ആക്ടിലെ 10, 13, 10, 14 എന്താണോ ചട്ടം പറയുന്നത് അതാണ് സിൻഡിക്കേറ്റ് ചെയ്തത്. അതാ സിൻഡിക്കേറ്റ് പറയുന്നത് ചെയ്യാൻ കഴിയും. ഇനി മറ്റൊരു കാര്യമാണ്, ഒറ്റ കാര്യം കൂടെ, ഒരു 2-3 സെക്കൻഡ്. 26-ാം തീയതിക്ക് മുമ്പ്, ഈ മാസം 26-ാം തീയതിക്ക് മുമ്പ് സിൻഡിക്കേറ്റ് വിളിച്ച് ചേർത്തേ പറ്റൂ. എന്തുകൊണ്ടാണ്? 2 മാസത്തിനും 60 ദിവസത്തിനകം സിൻഡിക്കേറ്റിൻ്റെ കാലാവധി 60 ദിവസത്തിനിടയ്ക്ക് വീണ്ടും വിളിച്ചു ചേർക്കണം എന്നുള്ളതാണല്ലോ സ്റ്റാറ്റ്യൂട്ട് തന്നെ. അതുകൊണ്ട് ഈ മാസം 26-ാം തീയതിക്കകം വിളിച്ചു ചേർത്തേ പറ്റൂ. എന്ന് പറഞ്ഞാൽ 25-ാം തീയതി വിളിച്ചു ചേർക്കാൻ VC നിർബന്ധിതനായിട്ടുണ്ട് എന്നർത്ഥം. അതുകൊണ്ട് തന്നെയാണ് കീഴടങ്ങാതെ മാർഗമില്ല എന്ന് ഞാൻ ആദ്യഘട്ടത്തിൽ പറഞ്ഞതും. അതിൽ അങ്ങനെ തന്നെ ഞാൻ ഉറച്ചു നിൽക്കുന്നു. മാറാൻ കഴിയില്ല VCക്ക്. തീർച്ചയായും. എന്തായിരുന്നാലും ഈ പ്രശ്നം പരിഹരിക്കുന്നതിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കുന്നതാണ് സർക്കാരിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നു. ഇടാനായി അതിൽ കല്ലുകടിയും കുത്തിത്തിരിപ്പും സൃഷ്ടിക്കാനായി പല വിധത്തിൽ സംഘപരിവാറിൻ്റെ ടൂളായി VC അടക്കം മാറുന്ന കാഴ്ച വാർത്താ സമ്മേളനത്തിൽ നമ്മൾ കണ്ടു ഏറ്റവും കൂടുതൽ. പക്ഷേ അതിനുശേഷം കൾമിനേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉണ്ടാവട്ടെ. എന്തായിരുന്നാലും വിദ്യാർത്ഥികളുടെ പ്രതിസന്ധി പരിഹരിക്കണം. കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ യശസ് ഉയരുന്നതിലേക്ക് കാര്യങ്ങൾ പുരോഗമിക്കണം. ഇത് മാത്രമാണ് പറയാനുള്ളത്. ചർച്ച ക്രോഡീകരിക്കുമ്പോൾ ന്യൂസ് അന്വേഷണയുടെ പൂർണ്ണമാകുന്നു.